പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആർക്കൊരു എനർജി ഇല്ല. ആരും കഴിച്ചില്ലേ രാവിലെ? പ്രൈസ് ദി ലോർഡ്. കൂടി വന്നിരിക്കുന്ന ഏവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പാട്ടിൻ്റെ സെഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് സെക്കൻഡ് സെഷൻ എടുക്കാൻ വന്നിരിക്കുന്ന പാസ്റ്റർ ബിജു ജേക്കബ്. പാസ്റ്റങ്ങൾ ഇപ്പം യൂത്തിൻ്റെ ഇടയ്ക്ക് യൂത്ത് ടീനേജേഴ്സ് എല്ലാം പ്രവർത്തിക്കുന്ന അനുഗ്രഹപ്പെട്ട പാസ്റ്ററാണ്. പാസ്റ്റർ ഇപ്പം എറണാകുളം മെട്രോ ചർച്ച് ഓഫ് ഗോഡ് ശുശ്രൂഷയിലായിരിക്കുന്നു. പാസ്റ്റങ്ങളിനെ ഈ മീറ്റിങ്ങിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ മീറ്റിംഗ് ഓപ്പണിംഗ് പ്രയർ ബ്രദർ ടോം പ്രാർത്ഥിച്ചാരംഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല പകൽക്കാരനെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾക്ക് പാടാനും പ്രാർത്ഥിക്കാനും കർത്താവ് ഒരുക്കുന്ന കൃപയ്ക്കും തേക്കുമായി സ്തോത്രം ചെയ്യുന്നു. ഈ സെഷനായി കടന്നു വരുവാൻ കർത്താവ് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഈ സെഷൻ എടുക്കുന്ന കർത്താവിൻ്റെ ദാസനായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സെഷൻ കൈകാര്യം ചെയ്യാൻ ഞങ്ങളുടെ ദാസനെ കർത്താവ് ബലപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ആദ്യം കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം കർത്താവ്. പ്രാർത്ഥന ഇട്ടിരിക്കുക. സ്തോത്രം യേശുനാമത്തിന്. ആരും ആമയും പറഞ്ഞില്ല. ഓക്കെ, ഞാൻ പാസ്റ്റങ്ങളുടെ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മൾ ഒത്തിരി ദൂരം ഉണ്ടല്ലേ, മുകളിലും താഴെയൊക്കെ. ഞാൻ കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങി വരാം. നിങ്ങളെല്ലാവരും എൻ്റെ ഈ പേരൊക്കെ ചോദിച്ചറിയണമെന്നുണ്ട്. നമുക്ക് ഒത്തിരി സമയമില്ല, എങ്കിലും അത്യാവശ്യം നിങ്ങൾ ഏതൊക്കെ ക്ലാസ് ഏതാണ് നിങ്ങളൊരു ഏജ് ഗ്രൂപ്പ് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക. 10ാം ക്ലാസ് വരെയുള്ള എത്ര പേരുണ്ട്? 10 വരെ. 8, 9, 10. ഓക്കെ, 12, 12, 11, 12. ഓക്കെ. ഓക്കെ, ഡിഗ്രി പഠിക്കുന്നവർ, ഡിഗ്രിക്ക് മുകളിലുള്ളവർ. ഓക്കെ, ഓൾമോസ്റ്റ് അതുവരെയുള്ള ആൾക്കാരായില്ലാത്തുള്ളൂ. ഓക്കെ, നിങ്ങളുടെ സെഷൻസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സന്തോഷമായിരുന്നോ? എഴുതിയെടുക്കുന്നുണ്ടോ എല്ലാം? ഓക്കെ, ഈ ക്യാമ്പിൻ്റെ തീം എന്താ? ഹുവാമൈ എന്നുള്ള ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ട് ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും ഒക്കെ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചോ? എന്താ പഠിച്ചേ? ഓക്കെ, നിങ്ങളുടെ കൂടെ ഞാൻ ഇന്നും നാളെ രാവിലെ വരെ ഉണ്ട്. കുറച്ചുകൂടെ നമുക്ക് പേഴ്സണലായിട്ടൊക്കെ പരിചയപ്പെടാനൊക്കെ അവസരമുണ്ട്. ഞാൻ ചെറിയ ഒരു ഐസ് ബ്രേക്കിംഗ് ചെയ്തിട്ട് നേരെ ക്ലാസ്സിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അടുത്തിരിക്കുന്നവർക്കൊക്കെ ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചോണ്ടൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. അവർ ചിരിക്കുന്നുണ്ടോ? ഓക്കെ, രണ്ടാമത്തെ ഒരു ഗുഡ് മോർണിംഗ് കൂടെ വേണം. ഒരു സ്വീറ്റ് ഗുഡ് മോർണിംഗ് വേണം. അവരുടെ താടി ഇങ്ങനെ ഒന്ന് പിടിച്ചിരുന്നു പറഞ്ഞേ, സ്വീറ്റ് ഗുഡ് മോർണിംഗ്. ഓക്കെ, ഒന്ന് മുഖത്ത് നോക്കിയിട്ട് മുഖത്ത് ഇങ്ങനെ ചെറുതായിട്ട് സോഫ്റ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞു. രണ്ട് കൈ കൊണ്ട് ഒരു നൈസ് ഗുഡ് മോർണിംഗ് കൊടുത്തേ. ഒന്നുകൂടെ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റ് എല്ലാവരും ഫേസ് ടു ഫേസ് നിന്നിട്ട് അടുത്തിരിക്കുന്ന 2 പേര് ഗുഡ് മോർണിംഗ്, സ്വീറ്റ് ഗുഡ് മോർണിംഗ്, സോഫ്റ്റ് ഗുഡ് മോർണിംഗ്, നൈസ് ഗുഡ് മോർണിംഗ്. പുറകിലൊന്നും അങ്ങോട്ട് പോകുന്നില്ല. ഒന്നുകൂടെ. ഗുഡ് മോർണിംഗ്, സ്വീറ്റ് ഗുഡ് മോർണിംഗ്, നൈസ് ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു ചെയ്തേ. ഗുഡ് മോർണിംഗ്, സോഫ്റ്റ് ഗുഡ് മോർണിംഗ്, നൈസ് ഗുഡ് മോർണിംഗ്. ഓ, അടിക്കല്ലേ, ആയിരുന്നു. വെരി ഗുഡ്. നമ്മളിന്ന്
ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ ഞാൻ ഒരു ചെറിയൊരു മുഖവര പറഞ്ഞിട്ട് നിങ്ങളോട് സംസാരിക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവസരമുണ്ട്, എഴുതി തരാനുള്ള അവസരമുണ്ട്. ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരു ചെറിയൊരു പേപ്പറിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എഴുതാം. ഒരാളിൽ നിന്നൊരു ക്വസ്റ്റ്യനെങ്കിലും പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ ഈ ക്ലാസ്സിൽ തന്നെ അത് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത സെഷനിലോ ഒക്കെ ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് അല്ലേ? അതിൽ ഏറ്റവും നല്ല കാലഘട്ടം ഏതാ? 65 വയസ്സാണോ, 70 വയസ്സാണോ, 5 വയസ്സാണോ, 40 വയസ്സാണോ, 13 വയസ്സാണോ, അല്ലെങ്കിൽ ആ ഘട്ടത്തിൻ്റെ പേരെന്ന് പറയാം, ഏത് കാലഘട്ടമാണ്? ടീനേജ് അല്ലേ? കൗമാരം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വസന്തം എന്നാണ് പറയുന്നത് അല്ലേ? വസന്തം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷത്തിൻ്റെ ഒക്കെ ഒരു സമയമാണ് അല്ലേ? ഇന്നത്തെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചുപൊളിയുടെ ഒരു സമയമാണ് അല്ലേ? എൻജോയ്മെൻറ്റ്, ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരു 40 വയസ്സ് വരെ ഏകദേശം ആളുകൾ അങ്ങനെ സ്പീഡിൽ അങ്ങ് പോവും. അതുവരെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും. പക്ഷെ 40 കഴിയുമ്പോൾ ആ ചിന്തിക്കാൻ, ദൈവമേ എൻ്റെ ജീവിതത്തിൻ്റെ പകുതി സമയം കഴിഞ്ഞു, ഇനി എനിക്ക് അധികം ആയുസില്ല. ഓരോ വർഷവും എണ്ണിയാണ് പോകുന്നത്. അകത്ത് സന്തോഷമുണ്ടെങ്കിലും തീരാൻ പോവാണോ എൻ്റെ ജീവിതം എന്നൊക്കെ ഒരു ചിന്തയിലേക്കൊക്കെ പലപ്പോഴും വരാറുണ്ട് അല്ലേ? എന്നാൽ ഈ കൗമാര പ്രായം എന്ന് പറഞ്ഞാൽ ഒന്നിനെക്കുറിച്ചും വെറുതെ ചെയ്യാതെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നൊരു സമയം. ഇനിയും ഓരോ കാലഘട്ടത്തെ ഒന്ന് പറയാമോ? ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 3 വർഷത്തെ നമ്മൾ പറയുന്ന പേരെന്താ? ഇൻഫന്റ് അല്ലേ? ശൈശവം. ആ സമയത്തെ ഓരോ കുട്ടിയുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കും? നിങ്ങളെപ്പോലെ ഇങ്ങനെ ഇരിക്കുമോ? എന്തായിരിക്കും പൊതുവായിട്ടുള്ള സ്വഭാവം? കുസൃതിയൊക്കെ വരുമോ 3 വയസ്സിനകത്ത്? കരച്ചിലും ഒക്കെ ആയിരിക്കും അല്ലേ? ശരി, അടുത്ത ഘട്ടത്തിന് എന്താ പറയുക? 3 വയസ്സിന് ശേഷം ഒരു 12 വയസ്സിനകത്തുള്ള സമയം എന്താ പറയാ? കേട്ടിട്ടില്ലേ? പറ, എന്താ പറയാ? ഏതാ പറഞ്ഞോ? നാവിൻ്റെ തുമ്പത്തുണ്ടെങ്കിൽ തുപ്പിക്കോ, പറഞ്ഞോ. ബാല്യം, അത് തന്നെ, കറക്റ്റ്. ബാല്യകാലഘട്ടം അല്ലേ? ആ ഒരു സമയത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ 2 ഘട്ടം കഴിഞ്ഞ ആൾക്കാരാണല്ലോ ഇവിടെ ഇരിക്കുന്നതാണോ? ശരി, ബാല്യകാലത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ശൈശവം പോലെ തന്നെയാണോ? പിന്നെ അത് നേരത്തെ പറഞ്ഞു, കുസൃതിയുള്ളൊരു സമയമാണ്, ഒത്തിരി ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയമാണ്. ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയായിരിക്കും? പേരൻസിനെ ആയിരിക്കും അല്ലേ? അവരുടെ പുറകെ ആയിരിക്കും, പപ്പായെ പോലെ അമ്മയെ പോലെ അവർ പറയുന്ന കാര്യങ്ങൾ അവരിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഒക്കെ ആയിട്ട് കൂടുതൽ സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയമായിരിക്കും ഈ ബാല്യകാലം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഘട്ടമാണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു ഘട്ടം ഏതാ? അഡോളസൻസ് പീരീഡ്, ടീനേജ് കാലഘട്ടം അല്ലേ? ടീനേജ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ട് അതിലൊരു എക്സ്പ്ലനേഷൻ. ടീൻസ് 13 to 19 അല്ലേ? ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്കൊന്ന് പറയാമോ എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ ടീനേജ് കാലഘട്ടത്തിലുള്ളത്? ഈ കുസൃതിയാണോ? ഹോർമോണൽ ചേഞ്ച് സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനൊക്കെ വരുമോ? എന്താ ഹോർമോണൽ ചേഞ്ച്? എന്ത് ഹോർമോണാണ് ചേഞ്ച് ആവുന്നേ? ശബ്ദം മാറും. പിന്നെ ബോയ്സിനാണെന്നാണ്, പെൺപിള്ളേർക്കാണെന്നാണ്? നിങ്ങൾ പറയുന്നുണ്ടോ? എന്തേലും ഉണ്ടോ? ഓക്കെ, ഈ ഒരു സെഷൻ പറഞ്ഞ് എന്തൊക്കെയാണ് ടീനേജ് കാലഘട്ടത്തിൻ്റെ പ്രത്യേകത? നമ്മൾ ചിന്തിക്കുന്ന 3 കാര്യം. ഒന്ന്, ടീനേജ് കാലഘട്ടത്തിൻ്റെ, ടീനേജ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ 19 കൊണ്ട് നിൽക്കുന്നില്ല, കുറച്ചുകൂടെ മുമ്പോട്ട് പോകും. യൂത്ത് എന്ന് പറയുന്ന ഒരു കോമൺ, അത് ഉൾപ്പെടെയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ടീനേജ് കാലഘട്ടം ഓക്കെ, എന്തൊക്കെ പ്രത്യേകതയുള്ളത് വേഗം എന്ന് പറഞ്ഞാട്ടെ. ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതിനേക്കാൾ നമ്മൾ ഇൻട്രാക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരു കാര്യമുണ്ട്. ഒന്ന്, ക്ലാസ്സിന് വേണ്ടി ഒരു രസത്തിന് മാത്രമല്ല, ഒരു ധൈര്യമാണ് അല്ലേ? ഞാൻ പറഞ്ഞു, അത് കേട്ടപ്പോൾ അത് കറക്റ്റ് ആയിരുന്നല്ലോ, പറയാനുള്ള ധൈര്യം, ഫ്രീഡം ഉണ്ട്. അത് നിങ്ങൾ ചെയ്യണം. ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു മെച്യൂരിറ്റി, നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, ഒന്ന് പറഞ്ഞാട്ടെ, എന്തൊക്കെ പ്രത്യേകതയാണ് ടീനേജ് കാലഘട്ടത്തിലുള്ളത്? പറഞ്ഞോ, മോൻ പറഞ്ഞോ.
ഇപ്പം അത് തന്നെ സംഭവം. ഇപ്പം ഇതുപോലെ ഞാൻ പറഞ്ഞാൽ ശരിയാകുമോ എന്നൊരു ഭയം അല്ലേ? ഈ ചെറിയ പ്രായത്തിൽ അതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു പ്രായത്തിൽ ഇപ്പം ഞാൻ അങ്ങനെ തെറ്റ് പറഞ്ഞു പോയാൽ ബാക്കിയുള്ളവരൊക്കെ എന്നെ കളിയാക്കിയാലോ എന്നൊരു ചിന്ത. ഓക്കെ, വേറെന്തൊക്കെയാ? ശാരീരിക വളർച്ച, ശാരീരിക മാറ്റം, സാമൂഹിക മാറ്റം, ലൈംഗിക മാറ്റം. പിന്നെ ഓക്കെ, കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ സ്ത്രീയാകുന്നു പുരുഷനാകുന്ന ശാരീരിക മാറ്റത്തിൻ്റെ കാലഘട്ടമാണ് കൗമാര കാലഘട്ടം അല്ലേ? ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മുഖത്ത് നോക്കുമ്പം പുരുഷനായതിൻ്റെ ലക്ഷണം ഇങ്ങനെ എന്ത് ചെയ്യുക, ഇങ്ങനെ മീശയൊക്കെ വന്ന് പൊടിമീശ വന്ന് കുറച്ച് പേർക്ക് താടി വന്ന് മാറ്റങ്ങളുടെ ഒരു സമയമാണ് അല്ലേ? ഓക്കെ, ശബ്ദത്തിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അതുവരെ ഉണ്ടായിരുന്ന ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ശബ്ദങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയാണ്. എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞ് 8ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് ആകെ ഒരു നാണക്കേട്. എൻ്റെ ശബ്ദത്തിന് ഏതാണ്ട് ഒരു പ്രശ്നമുണ്ട്, ഞാൻ പാട്ട് പാടുമ്പോൾ അത്രയും കൊണ്ട് ക്ലിയർ ആകുന്നില്ല. ആദ്യമൊക്കെ പറഞ്ഞ് വരുമ്പം കുഴപ്പമില്ല, ഒരു ശബ്ദം, പിന്നെ 2 ശബ്ദം മിക്സായി അല്ലേ, 2 ശബ്ദമൊക്കെ മിക്സായിട്ട് ഒക്കെ വന്നപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരൊക്കെ എന്തോ ഇത്, നീ എന്തോ എൻ്റെ വല്ലാത്തൊരു ശബ്ദം അല്ലേ? പെൺകുട്ടികളോടൊക്കെ അമ്മമാർ പറയും കുറച്ചുകൂടെ ഒക്കെ സൂക്ഷിക്കണം, ഇപ്പം നടന്നു പോലൊന്നുമല്ല, ഇപ്പോൾ ഒരു പെണ്ണായി, ഇതൊരു പെണ്ണല്ലായിരുന്നോ? അപ്പം ആ ഒരു മാറ്റം അല്ലേ, അത് ഉൾക്കൊള്ളുക, അത് എന്തൊക്കെയാണെന്ന് ശരിക്കും മനസ്സിലാക്കി പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. പലപ്പോഴും ഈ കൗമാരം മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് ഭയങ്കര അപകടത്തിലേക്ക് പലപ്പോഴും വീഴാറുണ്ട്. എന്താണ് ജീവിതത്തിൻ്റെ മാറ്റം? നിങ്ങൾക്ക് കേൾക്കുന്ന സ്ഥിരം കാര്യമായിരിക്കും, ഇതുവരെ എൻ്റെ കുഞ്ഞ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പേരൻസ് പറയും അല്ലേ, എന്തൊരു അനുസരണമായിരുന്നു, ഇപ്പം മുറി അങ്ങടച്ചിട്ടിരിക്കും, ഇപ്പോൾ ഒത്തിരി ഫ്രണ്ട്സാണ്, എപ്പോഴും അവരോടുള്ള സംസാരമാണ്. പാഷ കൊണ്ട് പ്രാർത്ഥിക്കും, പാഷയെ പ്രത്യേകം പ്രാർത്ഥിക്കണം, ഈ മോൻ ഭയങ്കര പ്രശ്നമാണ്. കുറച്ച് കഴിയുമ്പോൾ പറയുമ്പോൾ എന്താ കോപമാണെന്നറിയോ, എന്തൊക്കെ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചിലർ അഡിക്ഷനാണ്, പ്രശ്നങ്ങളാണ്. ഇത് കേട്ട് കേട്ട് മടുത്ത്, ഇതൊന്നും ഞങ്ങൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, എപ്പോഴും നിങ്ങൾക്ക് പ്രശ്നം പറയാനേ ഉള്ളൂ. ടി വിക്കകത്തൊരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുക? ഫോണിൻ്റെ അകത്തൊരു ന്യൂസ് വന്നാൽ നീ കണ്ടോടാ, അത് നല്ലൊരു വാർത്ത കേട്ടു. നമ്മൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി അവർ പറയുന്നതാണെങ്കിലും ഇത് കേൾക്കുമ്പോഴേ അറിയും അതിനിപ്പോൾ ഞാൻ എന്നാ വേണം, പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒത്തിരി ചിന്തകൾ വരും. ഇതെന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നത്, ഞാൻ അങ്ങനൊന്നും പോയില്ലല്ലോ, എനിക്ക് പ്രശ്നമില്ലല്ലോ. പക്ഷെ അവർക്ക് ഉൾഭയം. ഇപ്പം നേരത്തെ പറഞ്ഞ ഫ്രണ്ട്സുമായിട്ടുള്ള ബന്ധം നമ്മൾ ദൃഢമാകുമ്പം മാതാപിതാക്കളുമായിട്ടുള്ള അകൽച്ച കൂടെ ഒരു സൈഡിൽ സംഭവിക്കുന്ന ഒരു സമയമാണ് ഈ കൗമാരം. ഞാൻ പറഞ്ഞത് ശരിയാണോ? ആണോ അല്ലയോ? ഇതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ നമ്മൾ പെടുന്ന പാട് ചില്ലറയല്ല. മാറ്റങ്ങൾ വരുത്താൻ നോക്കും. സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, എന്തോ പറ്റി, എൻ്റെ വീട്ടിൽ ആകെ പ്രശ്നമാണല്ലോ, വീട്ടുകാരും ഭയങ്കര ചർച്ചയും, എന്തുവാ നമ്മുടെ കൊച്ചിന് പറ്റിയേ, അവർ ഭയങ്കര പ്രാർത്ഥന, ചിലർക്ക് ഉപവാസമൊക്കെ 21 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ കൊച്ചിനെ വിടുവിക്കണം. അപ്പോൾ നമ്മൾ കേൾക്കുക, എൻ്റെ കൊച്ചിനെ കർത്താവിയെ വിടുവിക്കണേ, കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് അവർ വിടുവിക്കണേ. ഈ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നേ? യഥാർത്ഥത്തിൽ പറ്റുന്നത് മാതാപിതാക്കൾക്കും ചിലപ്പോൾ മനസ്സിലാകുന്നില്ല എന്താണ് മാറ്റം, മക്കൾക്ക് മനസ്സിലാകുന്നില്ല. മാതാപിതാക്കൾക്ക് മക്കളെ മനസ്സിലാകാതെ മക്കൾക്ക് മാതാപിതാക്കളെ മനസ്സിലാകാൻ പറ്റാത്ത ഒരു സമയം. എന്നാൽ യഥാർത്ഥത്തിൽ അവർക്കറിയാമെങ്കിൽ കൃത്യം അറിയാൻ പറ്റും അവരുടേതായ മാറ്റങ്ങൾ. നിങ്ങൾക്കും അറിയാൻ കഴിയും. ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമുക്കതിൻ്റെ അകത്ത് ആവശ്യമായിരിക്കുന്നത്. ഓക്കെ, ഈ സമയത്തെ പ്രത്യേകതയിൽ ഒന്ന്, സ്വാതന്ത്ര്യം ഒത്തിരി ആഗ്രഹിക്കുന്ന സമയം അല്ലേ? ആരും നമ്മൾ എന്ത് ചെയ്യരുത്, ബ്ലോക്ക് ചെയ്യരുത്. എനിക്കിഷ്ടമുള്ള സമയത്ത്, ഇനി പെൺകുട്ടികളാണെങ്കിൽ പറയും എന്തുവാണ്, ആൺപിള്ളേർക്കാണെങ്കിൽ എപ്പം വേണേൽ പോകാം, എപ്പം വേണേൽ വരാം, ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പാടില്ല, അവിടെ പോകരുത്, ഒത്തിരി അരുതുകൾ വരുന്നുണ്ട്, ശരിയല്ലേ? ചിലർ പറയും ഒരു ആണായി ജനിച്ചിരുന്നെങ്കിൽ. നമ്മളെ സൃഷ്ടിച്ചത് ആരാ? സർവശക്തനായ ദൈവം. ആണായാലും പെണ്ണായാലും ദൈവമാണ് സൃഷ്ടിച്ചെങ്കിൽ ആദ്യം അത് അക്സെപ്റ്റ് ചെയ്യണം. കർത്താവെ, അതിനായിട്ട് നന്ദി പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. സ്വാതന്ത്ര്യം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം ശരിയായ നിലയിലുള്ള സ്വാതന്ത്ര്യം അല്ല എങ്കിൽ അപകടത്തിലേക്ക് പലപ്പോഴും ചെന്നെത്താറുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകത. രണ്ടാമത്തത്, ഒത്തിരി ഡൗട്ട്സ്, ക്ലിയർ ആക്കാൻ പറ്റാത്ത ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. അവസാനം ഈ ചോദ്യത്തിന് ഉത്തരം ആരാ തരാറുള്ളത്? ഡൗട്ട്സ് ഉണ്ടാകാറുണ്ടോ? ഇല്ലേ? ഇപ്പം വിശ്വാസത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ശരീരത്തെക്കുറിച്ചായിരിക്കാം. എനിക്കെന്താ മീശ ഉള്ളത്, എനിക്കെന്താ ഇല്ലാത്തത്, എനിക്കെന്താ ശബ്ദം മാറുന്നത്, എനിക്കെന്താ പെൺകുട്ടി ഓപ്പോസിറ്റ് സെക്സിനോട്ടൊരു ആകർഷണം തോന്നുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഇങ്ങനെ ഒത്തിരി ഡൗട്ട്സ് വരുമ്പോൾ ഈ ഡൗട്ടെല്ലാം ആരോടാ ക്ലിയർ ചെയ്യാറുള്ളത്?
പപ്പായോടും മമ്മിയോടും ആണോ? ആണോ? പിന്നെ ആരോടാ? ഫ്രണ്ട്സിനോട് തന്നെ അല്ലേ? അവർക്കും ഇതേ സംശയത്തിലിരിക്കും. അവസാനം അവരൊരു ആൻസർ കൊണ്ട് തരും. അല്ലെങ്കിൽ നമ്മൾ തപ്പി ഇൻ്റർനെറ്റ് നോക്കി എന്തെങ്കിലും ഒരു ആൻസർ കണ്ടുപിടിക്കും അല്ലേ? അപ്പോൾ അറിയാതെ കാണും പാസ്റ്റേഴ്സിനോട് ചോദിക്കും. ഞാൻ അറിയത്തില്ല, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞാൻ ചോദിക്കുക. നിങ്ങളുടെ ഒരു ഡൗട്ട് എന്തെങ്കിലും നിങ്ങൾ പാസ്റ്റേഴ്സിനോട് ചോദിക്കാറുണ്ടോ? ഉണ്ടോ? ഓക്കെ, ബാക്കിയെല്ലാം വിട്ടെ. സ്പിരിച്വലായിട്ടുള്ള ഡൗട്ട്സ് ചോദിക്കാറുണ്ടോ? ചോദിക്കുന്ന എത്ര പേരുണ്ട്? ചോദിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? പാസ്റ്റേഴ്സും മിണ്ടാറേയില്ലേ? പാസ്റ്റേഴ്സുമായിട്ട് നല്ല റിലേഷനുള്ള എത്ര പേരുണ്ട്? ആർക്കും ഇല്ലേ? അവിടെ കുറച്ച് പേരുണ്ട്. നല്ല റിലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പണായിട്ട് സംസാരിക്കാം, നിങ്ങളോട് സംസാരിക്കും, അങ്ങനെയുള്ളൊരു റിലേഷൻ. എത്ര പേരുണ്ടെന്ന് നോക്കി, കൈ നോക്കി. ഓക്കെ, ഉണ്ട്. നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ ചോദിക്കാറുണ്ടോ? ബൈബിളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഒത്തിരി ഡൗട്ട്സ് ഉണ്ട്. ചോദിക്കാറുണ്ടോ? ചോദിച്ചാൽ കറക്റ്റായിട്ട് ആൻസർ കിട്ടാറുണ്ടോ? ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഓക്കെ. ചില സാഹചര്യത്തിൽ ചിലത് പറയും, ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിച്ചേക്കരുത്, ഇതൊക്കെ ഇച്ചിരി പോരാട്ടത്തിൻ്റെ പ്രശ്നമാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നവർ നീ പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ അകത്ത് ഇതിങ്ങനെ ഈ ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പം നമ്മൾ ഒത്തിരി എന്ത് ചെയ്യും? അബദ്ധങ്ങളിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് അല്ലേ? 100 സംശയങ്ങളായിരിക്കും നമ്മുടെ ഉള്ളിലുള്ളത്. ഓക്കെ, ഒരു ഡൗട്ട്സിൻ്റെ ഒരു കാലഘട്ടം തന്നെയാണിത്. അപ്പോൾ നമ്മുടെ സുഹൃത്തിനോട് ചോദിക്കുമ്പോൾ സുഹൃത്ത് അതിനേക്കാൾ ഡൗട്ട്സ് ആയിരിക്കും പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ഇമോഷണൽ അപ്പ് ആൻഡ് ഡൗൺ. നമ്മുടെ വൈകാരികത കൂടുകയും കുറയുകയും ചെയ്യുന്ന, ചിലപ്പോൾ സന്തോഷം, ചിലപ്പം ദുഃഖം, ചിലപ്പോൾ അങ്ങ് ഭയങ്കര ഡിപ്രഷൻ, ചിലപ്പോൾ ആകെ നിരാശ. ഇപ്പം ഇന്ന് രാവിലെ എൻ്റെ റിലേറ്റീവ് തന്നെയുള്ളൊരു വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കുറച്ച് നേരം ഒന്ന് സംസാരിച്ചോട്ടെ. ഞാൻ സംസാരിച്ചു. അവൾ പറഞ്ഞു, എനിക്ക് ഭയങ്കര പെട്ടെന്നങ്ങ് എന്താ പറയുക, ഒരു വർഷം 6 മാസം അവൾ ബാക്കായി പഠിത്തത്തിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഫോൺ ചെയ്താൽ പേടിയാണ്. അവരെന്തെങ്കിലും പഠിത്തത്തെക്കുറിച്ച് ചോദിക്കുമോ, ചോദിച്ചാൽ ഞാൻ എങ്ങനെ ആൻസർ ചെയ്യണം? അത് കാരണം പല അസുഖങ്ങളും കൂടെ ആ കുഞ്ഞിനുണ്ട് ഇപ്പോൾ. ഞാൻ പറഞ്ഞു, നീ അതെല്ലാം വിട്, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക, തുറന്നു പറ. അപ്പം ഞാൻ പറഞ്ഞു, എപ്പോൾ വേണമെങ്കിൽ നിനക്ക് എന്നെ വിളിക്കാം, നിനക്ക് സംസാരിക്കാം. അപ്പം നമ്മുടെ ഉള്ളിലെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചമർത്തി വെച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവരെന്നെ കളിയാക്കുമോ എന്നുള്ള ചിന്ത കൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്ന. ഇനി ഒന്നുകൂടെ, ഫ്രണ്ട്ഷിപ്പിന് ഒത്തിരി, നേരത്തെ പറഞ്ഞു, ഫ്രണ്ട്ഷിപ്പിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നൊരു സമയം, പ്രത്യേകത മാത്രം പറയുകയാണ്. പിന്നെ അടുത്തതിലേക്ക് വരാം, ഇഷ്യൂസിലേക്ക് വരാം. ഇനിയും 5ാമത്തെ കാര്യം, ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്ന ഒരാകർഷണം. അങ്ങനെ ഒന്നും ഇല്ലാത്തവരവിടെ ഇരിക്കുന്ന എല്ലാവരും അല്ലേ? ചിന്തയേ ഇല്ല. ഓക്കെ, സ്വാഭാവികമാണ്, മാനുഷികമാണ്. പക്ഷെ അത് എങ്ങനെ വേണം, എത്രത്തോളം അത് അപകടമാണ്, അല്ലെങ്കിൽ എങ്ങനെയാണത്, ശരിയാണോ തെറ്റാണോ, ഈ ചിന്തകളൊക്കെ നമ്മളെ ഭരിക്കാറുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു തുടങ്ങാൻ പോകുന്ന പ്രോബ്ലത്തെക്കുറിച്ചാണ്. അതിനുശേഷം അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇമോഷണൽ ഇഷ്യൂസിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ യേശു പറയണം, അല്ലെങ്കിൽ അല്ല എന്ന് പറയണം. ഈ ഒരു പ്രായത്തിൽ കൂടുതൽ ഏകാന്തത അനുഭവിക്കാറുണ്ട്. ഉണ്ടോ? എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഞാൻ ഒറ്റയാ, എന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും മറ്റുള്ളവരെന്നെ കുറ്റപ്പെടുത്തുക, എല്ലാവരുടെ മുമ്പ് ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴും ഭയങ്കരമായിട്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി ഏകദേശം ഒരു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് പേര് ഒരുമിച്ച് കൂടി. ഒരു ഡിഗ്രി പഠിക്കുന്ന ഒരാൾ ഇരിപ്പുണ്ട്. ആ ഡിഗ്രി പഠിക്കുന്ന ആൾ, അവൻ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, പൊട്ടിക്കരയുക. അപ്പോൾ അവൻ്റെ പ്രശ്നം, അവനെ കളിയാക്കുന്നു. അവനെ കണ്ടു കഴിഞ്ഞാൽ നല്ല വണ്ണമുണ്ട്, നല്ല വലുപ്പമുണ്ട്, പക്ഷേ നമുക്കത് തോന്നത്തില്ല. പക്ഷെ അവനങ്ങ് ഭയങ്കരമായിട്ട് കരയുക. നീ എന്തിനാ കരയുന്നേ? പറയുമ്പോൾ നമുക്കറിയാം, അവനെ കളിയാക്കുന്ന ഒരു റീസൺ കൊണ്ടാണ് കരയുന്നത്. അവൻ്റെ സംസാരത്തിൻ്റെ ശൈലി കൊണ്ടാണ് ആൾക്കാർ കളിയാക്കുന്നത്. പലപ്പോഴും ഈ ഒരു പ്രായത്തിലുള്ള ആൾക്കാർ ഭയങ്കര തൻ്റെടവും ബലവും ഒക്കെ ആയിട്ടൊക്കെ മുമ്പിൽ നിൽക്കുന്ന കാണാം. പക്ഷേ ചിലപ്പോൾ ആരും അറിയാതെ രാത്രിയിലൊക്കെ എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ എപ്പോഴും റിജക്റ്റ് ചെയ്യുക. ചിലപ്പം നിങ്ങളുടെ ചർച്ചിലോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തോ നിങ്ങൾ അതിന് ഒരു റീസൺ ഒന്നുകൂടെ പറയാം. അവൻ ഗിറ്റാർ വായിക്കാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിച്ച് അവനെ ഇങ്ങനെ കൊണ്ടുവരിക. അപ്പം ഗിറ്റാർ വായിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ നിന്നപ്പം സ്റ്റേജിൽ അപശ്രുതി എവിടെയോ അത് ഓപ്പറേറ്റ് ചെയ്താൽ കയറ്റിയപ്പം അത് ഇതങ്ങ് വലിച്ചൂരിക്കളഞ്ഞു. സ്റ്റേജിൽ നിന്ന് ആൾ ഉരുകി. കാരണം അവൻ്റെ ഗിറ്റാറിൻ്റെ ശബ്ദം പുറത്ത് വരുന്നില്ലെന്ന് മാത്രമല്ല, പൊക്കോളാൻ പറഞ്ഞു. പുറകിൽ കൂടെ ഇറങ്ങി കരഞ്ഞുകൊണ്ടിങ്ങനെ പോവുക. നോക്കണം ഒരു മാനസികാവസ്ഥ. ചിലപ്പോൾ ഒരു മുതിർന്ന ഒരാൾക്ക് അങ്ങനെ സംഭവിക്കത്തില്ല. ആ ഒരു പ്രായത്തിൽ എന്തോ ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥ. ഇതേ ദിവസം ഇതുപോലെ ഇങ്ങനെ ആരോടും പറയാതെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ചർച്ചിൽ വരാതാകും,
പുറകോട്ട് പോകും, പിന്മാറ്റത്തിലേക്ക് പോകും, ആരോടും ഒന്നും പരിഭവങ്ങളില്ലാതെ ഒളിച്ചു മാർക്കും. എനിക്ക് ആരോട് പ്രശ്നവുമില്ല, ഒന്നുമില്ല, ഒരു ജീവിതം മുഴുവൻ. എന്നാൽ മറു സൈഡിൽ ഇതിനെ ഫേസ് ചെയ്യാൻ തയ്യാറായാൽ അതേ സ്ഥലത്ത് തന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. നിങ്ങൾ കേട്ട ഒരു സ്റ്റോറി ആയിരിക്കാം. സാൽവേഷൻ ആർമിയുടെ നേതൃത്വത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്ന സാമുവൽ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇതായിരുന്നു, എനിക്ക് പ്രസംഗിക്കണം. അപ്പം സാൽവേഷൻ ആർമി പ്രസ്ഥാനത്തിൻ്റെ അകത്ത് ഉള്ള ആളുകളെല്ലാം ഹൈ ലെവൽ ഒഫീഷ്യൽസാണ്, ഒഫീഷ്യലായിട്ടുള്ള ആളുകൾ, അങ്ങനെ ഉള്ളവർ മാത്രമേ അതിൻ്റെ അകത്ത് എടുക്കത്തുള്ളൂ. അപ്പോൾ ഇവന് ആരാധിക്കണം. 18ാമത്തെ വയസ്സിലാണ് അവൻ ചെല്ലുന്നത്. അവന് പറഞ്ഞു വിട്ടു, നിനക്ക് പറ്റുന്ന സ്ഥലമല്ല ഇത്, ഒഫീഷ്യലായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പറഞ്ഞു വിട്ടു. 19 വയസ്സിൽ വീണ്ടും അവൻ തിരിച്ചു വന്നു. അവൻ പറഞ്ഞു, നിനക്ക് പറ്റത്തില്ല, നീ ഇവിടെ വരരുത്. വീണ്ടും അവൻ വന്നു. ഏറ്റവും അവസാനം ഈ പ്രസിഡന്റിൻ്റെ അടുക്കൽ വന്നപ്പോൾ പ്രസിഡന്റ് ചോദിച്ചു, ഒരു കാര്യം, നിനക്കിവിടെ ആരാധിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല, പക്ഷെ ഒരു കാര്യം ചെയ്യാം, ഈ സ്ഥലത്ത് വരുന്നവരെല്ലാം ബൂട്ട് ഷൂ ഒക്കെ ഇട്ട് വരുന്നവരാണ്, ഇവരുടെ ഷൂസ് തുടയ്ക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം, ഇവിടെ താമസിക്കാം, നിനക്ക് ആരാധന അവിടുന്ന് കേൾക്കുകയും ചെയ്യാം. അവൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എനിക്ക് ആരാധനയുടെ ആ അനുഭവത്തിൽ ഇരുന്നാൽ മാത്രം മതി, എത്ര ബൂട്ട് ഷൂസ് തുടച്ചാലും കുഴപ്പമില്ല. 1 വർഷമായി 2 വർഷമായി നീണ്ട 14 വർഷങ്ങൾ നീണ്ടുപോയി. പരിഭവങ്ങളില്ലാതെ ഒരു ബൈബിളുമായി താൻ ആ മുറിയിൽ ഇങ്ങനെ ഷൂ ഒക്കെ തുടച്ചിങ്ങനെ ആഹാരം കിട്ടുന്നുണ്ട് ജീവിച്ചു പോവുക. എന്നാൽ 14 വർഷം കഴിഞ്ഞപ്പോൾ വലിയൊരു മീറ്റിംഗ്, ഏകദേശം 5000 പേർ കൂടുന്ന ഒരു മീറ്റിംഗ് അവിടെ സംഘടിപ്പിച്ചു. അതിൻ്റെ അകത്ത് അമേരിക്കയിൽ നിന്ന് ശക്തരായ പ്രസംഗകരെ വിളിച്ചു. പക്ഷേ ആ മീറ്റിംഗ് നടക്കുന്ന അന്ന് രാവിലെ ഒരു സന്ദേശം വന്നു, എനിക്ക് പ്രസംഗിക്കാൻ വരാൻ പറ്റത്തില്ല. ഇദ്ദേഹം ആകെ പരിഭ്രാന്തനായി. അദ്ദേഹം പറഞ്ഞു, 5000 പേര് കൂടുന്ന വലിയൊരു മീറ്റിംഗാണ്, ഈ മീറ്റിങ്ങിൻ്റെ അകത്ത് താങ്കൾ വരണം. അദ്ദേഹം പറഞ്ഞു, പറ്റത്തില്ല, അത് വിളിക്കുന്ന രാവിലെയാണ്. ഇദ്ദേഹം പ്രാർത്ഥിക്കുന്ന, വില്യം ബൂത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് മുട്ടിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇങ്ങനൊരു അപകടസ്ഥിതിയിലാണ് ഞാൻ ആയിരിക്കുന്നത്, എന്താ ചെയ്യണം? അപ്പം നോക്കണം, നിങ്ങളുടെ ഒരു ഏജിൽ തുടങ്ങിയ ഒരു പ്രാർത്ഥന മാത്രം ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും ഉയർന്നാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന ഒരു തന്നെ ഇരിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവാത്മാവ് ശക്തമായിട്ട് തന്നോട് പറഞ്ഞു, കഴിഞ്ഞ 14 വർഷം നിങ്ങളുടെ ആ സ്റ്റോർ റൂമിൽ ഷൂസ് തുടച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ പ്രസംഗിക്കണം. അദ്ദേഹം ഞെട്ടിപ്പോയി, ഇങ്ങനൊരു മനുഷ്യനെ കൊണ്ട് പ്രസംഗിപ്പിക്കുകയോ? എന്നാൽ ദൈവശബ്ദം നന്നായി തിരിച്ചറിഞ്ഞ വില്യം ബൂത്ത് പറഞ്ഞു, ദൈവമേ, അതാണ് അങ്ങയുടെ ഇഷ്ടമെങ്കിൽ അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഓടിച്ചെന്ന് മുറിയിലേക്ക് എന്ന് പറഞ്ഞു, നിന്നെ ഇന്നത്തെ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു. ഇദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു, ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. അദ്ദേഹം അന്ന് വരെ പ്രസംഗിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടുന്ന കോട്ട്, വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒരുക്കി. അന്ന് രാത്രി പരിശുദ്ധാത്മ ശക്തമായിട്ട് 5000 പേരുടെ നടുവിൽ ഇറങ്ങി പ്രവർത്തിച്ച് 3000 പേരോളം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാനിടയായി. നോക്കണം, ഇവിടെ ആരെങ്കിലും മനസ്സും അടുത്ത് ഞാൻ ഒറ്റയാ, എന്നെ ആർക്കും അറിയത്തില്ല, എന്നെ സ്നേഹിക്കാനില്ല, ഞാൻ ഏകനാണ് ചിന്തിക്കുന്നെങ്കിൽ, നിങ്ങൾ യേശുവിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങൾ വാല്യൂ ഉള്ളവരാ, നിങ്ങൾ വിലയുള്ളവരാ. ആണോ? വിലയുള്ളവരാണോ? റിജക്ഷൻ ഒത്തിരി ഉണ്ടായിരിക്കാം, പക്ഷെ യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളെ പൊക്കിയെടുത്തുകൊണ്ട് വരും. ഏകാന്തത അനുഭവിച്ച് ഒറ്റപ്പെട്ട് മുറിക്കകത്ത് തകരാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരുവാൻ. അപ്പം ഈ ഒരു പ്രായത്തിൻ്റെ അകത്ത് റിജക്ഷൻ എനിക്ക് നന്നായിട്ടറിയാം. പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ പറയുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ലോൺലെസ് അനുഭവിക്കുന്നവരോട് പറയാം, ഏകാന്തരല്ല നിങ്ങൾ, നിങ്ങളുടെ കൂടെ ഒരാളുണ്ട്. ആരാ ഉള്ളത്? ഉറക്കെന്ന് പറഞ്ഞിട്ട് ആരാ ഉള്ളത്? യേശു നമ്മുടെ കൂടെയുണ്ട്, യേശു നമ്മുടെ സ്നേഹിതനായിട്ടുണ്ട്. ഏകാന്തത, അതുപോലെ ഗിൽറ്റ്, ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല, ഓടിപ്പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നീട് ചോദിക്കണമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ ആങ്കർ ഒത്തിരി വരുന്നൊരു സമയം. നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാകാറുണ്ടോ? ഉണ്ടോ? ദേഷ്യം വന്നാൽ എന്താ ചെയ്യുക? ദേഷ്യം വന്നാൽ എന്ത് ചെയ്യും? ദേഷ്യം വന്നിട്ടുണ്ടോ? ദേഷ്യം എന്ന് പറഞ്ഞാൽ അറിയാം എന്ത് വന്നു. എന്താ ചെയ്യുക? ചിരിച്ചു കാണിക്കൂ. ദേഷ്യം വന്നാൽ എന്താ ചെയ്യും? പേടി വരുന്നോ? പറഞ്ഞോ, ദേഷ്യം വന്നാൽ എന്താ ചെയ്യും മോനെ? ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാവുന്നുണ്ടോ? മലയാളം ഓക്കെ ആണോ? ഭാഷ മാറ്റണോ? ഓക്കെ. എന്താ ചെയ്യുക ദേഷ്യം വന്നാൽ? പറഞ്ഞോ. എനിക്ക് ദേഷ്യം വരാറുണ്ട്. ദേഷ്യം വന്നിട്ടില്ലേ? പുറകില് ഇവിടെ ബ്രദർ ഉണ്ട്. എന്താ ചെയ്യുക? തിരിച്ച് ദേഷ്യപ്പെടും. ഓക്കെ.
വേറെ എന്താ ആക്ഷൻ നമ്മൾ ചെയ്യുക? പറഞ്ഞ അടിക്കും, പിന്നെ എന്തോ ഒച്ച വെച്ച് സംസാരിക്കും, പിന്നെ കടിക്കും, വലിച്ചെറിയും, പിന്നെ പിന്നെ കരയും, ഭക്ഷണം കഴിക്കാതിരിക്കും, മുറി അടച്ച് വീടിനകത്ത് കയറിയിരിക്കും, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കും, മിണ്ടാതിരിക്കും. അത് 2-3 ദിവസമൊന്നുമില്ല, വിശക്കുന്നത് വരെ. അപ്പോഴത്തേനും ഓക്കെ ആവും, അല്ലെങ്കിൽ ഓക്കെ ആക്കിക്കും. പ്രത്യേകിച്ച് ആമ്പിള്ളേർ, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ കുറച്ചുകൂടെ എക്സ്ട്രീം ആയിരിക്കും ഇതിനേക്കാൾ കൂടുതൽ. ബൈക്കോ വല്ല ഓടിക്കാൻ കിട്ടുകയാണെങ്കിൽ അവർ ഒറ്റ പിടിപ്പീരങ്ങ് പിടിപ്പിക്കും, അല്ലേ? ചില ഇപ്പം അങ്ങ് ചാത്ത. ഞാൻ കൊല്ലത്ത് 7 വർഷം ICPFന്റെ വർക്ക് ചെയ്തു. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മോൾ, അവളെ എനിക്ക് തോന്നുന്ന 10ലെങ്ങാണ്ട് പഠിക്കുക. അവള് അമ്മയോട് ദേഷ്യപ്പെട്ടു, വീട്ടിൽ നിന്ന് ഇറങ്ങി, ഒരു കൈനറ്റിക് കൊണ്ട് എടുത്താൽ പോയത്. ഒറ്റ പോക്ക് പോയി. KSRTC വണ്ടിയുടെ അടി കയറി ആ കുഞ്ഞ് അന്ന് തീർന്നു. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഇത്രയും നല്ലൊരു കൊച്ചൊക്കെ ആയിരുന്നു. പക്ഷെ അവൾക്ക് വീട്ടിലെ സാഹചര്യത്തിന് ആ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അവളുടെ ഒരു നിമിഷത്തെ ദേഷ്യം ജീവിതം തീർത്തു. നിങ്ങൾ കേട്ടിട്ടില്ലേ, ചിലർക്ക് സ്വന്തം സഹോദരനെ കത്തി കൊണ്ട് കുത്തി, അല്ലെങ്കിൽ വെട്ടി. ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ പുസ്തകത്തിൽ, ഉൽപ്പത്തിയിൽ, സ്വന്തം സഹോദരനോട് തോന്നി വിദ്വേഷം ഉണ്ടാക്കി തീർത്തു, കൊലപാതകത്തിലേക്ക് പോയി, അല്ലേ? ഇപ്പം ദേഷ്യമൊക്കെ ഉണ്ടാകാറുണ്ട്. ദേഷ്യം നമ്മൾ ചില പുസ്തകം വലിച്ചു കീറും, ചിലർ സർട്ടിഫിക്കറ്റ് വലിച്ചു കീറി ദൂരെ കളയും, പിന്നെ ഓർക്കുന്നത് ദൈവമേ ഇതെന്താ ചെയ്യണ്ടേ, അല്ലേ? അപ്പം ദേഷ്യം സ്വാഭാവിക. പക്ഷേ മറ്റൊരു പ്രായത്തെക്കാൾ ഈ കൗമാര പ്രായത്തിൽ ഈ ദേഷ്യം ഇച്ചിരി കൂടുതലായിരിക്കും, അല്ലേ? ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന ആരോടായിരിക്കും? കറക്റ്റ്, ആരോടാ? അമ്മയോട്. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളവരോടാണ് ഏറ്റവും കൂടുതൽ ക്ലോസ്, അല്ലേ? നിങ്ങൾക്ക് ദേഷ്യം അങ്ങോട്ട് വന്നാൽ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് പോയി ദേഷ്യപ്പെടുവോ? വിവരം അറിയില്ലേ? എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, പോലീസ് എന്നാ പോലീസാ, ഇടോ ഇങ്ങോട്ട് പാടോ എന്ന് പറയുമോ? കാരണം നമുക്ക് എവിടെ ദേഷ്യപ്പെടണമെന്നറിയാം, അല്ലേ? ഏറ്റവും സ്വാതന്ത്ര്യം ഉള്ളിടത്താണ് ഈ ദേഷ്യമൊക്കെ കാണുന്നത്, അല്ലേ? ആകെ വിഷമിക്കുന്ന അവർ തന്നെയായിരിക്കും, അമ്മമാരായിരിക്കും. എന്തുവാണ് ഇവനെ കാണിക്കുന്നത്? നിങ്ങളുടെ സ്കൂളിൽ ചെന്നിട്ട് അധ്യാപകർ പറയും, അയ്യോ ഇത് എന്ത് നല്ല മോനാന്നറിയോ, നിങ്ങൾക്ക് ഭയങ്കര അഭിമാനമായിരിക്കും. സാറങ്ങോട്ട് വീട്ടിലോട്ട് പോവാ. അപ്പം അറിയാം യഥാർത്ഥത്തിൽ ഇവൻ ആരാണെന്നുള്ളത്. കാരണം 2 മുഖമുള്ള പോലെ. പക്ഷെ നമുക്കിതൊക്കെ കഴിയുമ്പം വിഷമം തോന്നും, വേണ്ടായിരുന്നു, ഇനി ഞാൻ നന്നാകാൻ പോവാ. പോയിട്ടെല്ലാം തിരിച്ച് വീട്ടിലോട്ട് വരുമ്പം അതേ സ്വഭാവം പിന്നെ എന്ത് ചെയ്യാം? എവിടെയൊക്കെയോ ഒരു പ്രശ്നം പോലെ, അല്ലേ? അവസാനം പറഞ്ഞു ഞാൻ ഇങ്ങനെ തന്നെ. ഇപ്പം ഉദാഹരണം, നിങ്ങൾ ക്യാമ്പെല്ലാം കഴിഞ്ഞ് വരുമ്പം വീട്ടുകാർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടോ? വീട്ടുകാരിങ്ങനെ നോക്കിയിരിക്കുക. ക്യാമ്പ് ഇപ്പോഴേ ഞാൻ പറഞ്ഞ പ്രതീക്ഷിച്ചോണം നോക്കിയിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒരു തീരുമാനമെങ്കിലും എടുത്തിട്ടായിരിക്കും വീട്ടിലോട്ട് പോകുന്നത്, അല്ലേ? അവരിങ്ങനെ നോക്കി വന്നു, എന്തിനാ പോയ പോലെ ഇങ്ങനെ വന്നല്ലോ, ഒരു പ്രാർത്ഥനയില്ല. ഇനിയും ചിലരെന്ത് ചെയ്യും, ആദ്യത്തെ ഒരാഴ്ച പ്രാർത്ഥിക്കും, ഒരാഴ്ച ഭയങ്കര തീരുമാനമായിരിക്കും. അവർക്ക് പറയും അയ്യോ ഞങ്ങളുടെ മോൾ പോയി ഭയങ്കര മാറ്റമാണ്, സാക്ഷിയൊക്കെ പറഞ്ഞിട്ട് അടുത്ത ആഴ്ച നേരെ തലകുത്തി. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇത് ചെയ്യാതിരിക്കുമ്പം ഇനി നിങ്ങൾ പറയുന്ന ഒരൊറ്റ ക്യാമ്പിന് ഞാൻ പോകത്തില്ല. ഇപ്പം ഞാൻ പറയും, ഈ ക്യാമ്പിൻ്റെ തുടക്കം മുതലേ നിങ്ങളോട് പറയാം, ഓരോ ക്ലാസ്സിലും ദൈവത്തിൻ്റെ ആത്മ നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാം. നിങ്ങളുടെ ആ നോട്ട്ബുക്കിൻ്റെ അകത്ത് എഴുതുക, ഈ തീരുമാനം എൻ്റെ ലൈഫ് മുഴുവൻ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ വായിക്കുന്നതായിരിക്കണം, പ്രാർത്ഥിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റുള്ളവർ പെരുമാറുന്നതിൻ്റെ അകത്തായിരിക്കാം. എഴുതി വെക്കുക, പ്രാർത്ഥിച്ചു തുടങ്ങുക, ഒരു മാറ്റം ഉണ്ടാകും. ഈ ക്യാമ്പ് നിങ്ങളുടെ ജീവിതത്തെ, കാരണം നിങ്ങൾ വിചാരിച്ചിട്ട് ആയിരിക്കത്തില്ല ഇവിടെ വന്നത്, ദൈവമായിട്ട് തന്നെ കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുണ്ട്. അപ്പോൾ ആങ്കർ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. കോപിച്ചാൽ പാപം ചെയ്യരുതെന്ന് ബൈബിളിൽ വാക്യമുണ്ട്, അല്ലേ? കാരണം കോപിച്ചാൽ പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ കൗമാര പ്രായത്തിൽ ഈ പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും ഒക്കെ അവസാനം വരുന്നത് നമ്മുടെ പഠിത്ത ഉഴപ്പും ബന്ധങ്ങളുഴപ്പും, നമ്മളോട് തന്നെ കുറ്റബോധം തോന്നും. അവൻ പ്രാർത്ഥിക്കണം, കർത്താവേ ഈ എൻ്റെ കോപത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായിരിക്കുന്ന ദൈവകൃപ നൽകണേ എന്ന് പ്രാർത്ഥിക്കണം. ഓക്കെ, ഇനി അതുപോലെ റിലേഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസാണ്, ബന്ധങ്ങൾക്കകത്ത് വരുന്ന പ്രശ്നങ്ങൾ. ഒന്ന് പറഞ്ഞു ഫ്രണ്ട്ഷിപ്പ്. ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം?
ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടും. എത്ര പേർക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട്? ബെസ്റ്റ് ഫ്രണ്ട്, നല്ല ഫ്രണ്ട്സ്. ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടണം എന്ത് ചെയ്യണം? നിങ്ങൾ നല്ലൊരു ഫ്രണ്ട് ആവണം, അല്ലേ? ഫ്രണ്ട്ഷിപ്പ് വളരെ വലുതാണ്. ഫ്രണ്ട്സ് നല്ലതല്ലെങ്കിൽ ഭയങ്കര അപകടമാണ്, അല്ലേ? മലയാളത്തിൽ ഇങ്ങനെ ചൊല്ലുണ്ട്, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാവും സൗരഭ്യം. നിങ്ങൾ ആരാണെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണെന്ന് അറിഞ്ഞാൽ മതി. അദ്ദേഹം കൂടുതൽ അനാവശ്യ വാക്കുകൾ പറയുന്ന ഒരാളാണെങ്കിൽ അറിയാതെ നിങ്ങളും ആ വാക്കുകൾ സംസാരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആത്മീയ നിലയിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. തിരിച്ച് അല്ലായെങ്കിൽ പോലും നിങ്ങളിൽ നിന്നുള്ള നല്ല ഗുണങ്ങൾ അവനിലേക്ക് വരാൻ ഇടയായിത്തീരും. അപ്പോൾ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്ന വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്നവർ സ്പെസിഫിക്കായിട്ട് അറിയണം. തെറ്റായ ഫ്രണ്ട്സ് ആണെങ്കിൽ, ഇന്നലെയൊക്കെ ഓണം ആഘോഷിച്ചവരും അടിച്ചു പൊളിച്ചവരും ഒക്കെ ഒത്തിരി ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും മോഡൽ നോക്കണം, വേറൊരു മോഡലും അല്ല, ബൈബിളിലെ മോഡലാണ്. ഞാൻ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ദാനിയേലിന്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? എന്തോ? പ്രാർത്ഥനാവീരൻ. ഏത് പ്രായത്തിലാണ് കൊട്ടാരത്തിൽ പോയത്? ബാബിലോൺ അടിമത്തത്തിലേക്ക് പോയത് എത്ര പ്രായത്തിലാ? അറിയാമോ? തെറ്റായാലും ഒരു ഏജ് പറ. പറഞ്ഞേ. ബൈബിൾ വായിക്കാറുണ്ടോ? ബൈബിൾ ഒരു പ്രാവശ്യം മുഴുവൻ വായിച്ച എത്ര പേരുണ്ട്? ഓക്കെ. പുതിയ നിയമം മുഴുവൻ വായിച്ച എത്ര പേരുണ്ട്? ബൈബിൾ വായിക്കുന്ന എത്ര പേരുണ്ട്? വായിക്കുന്നുണ്ട്. ഓക്കെ. സങ്കീർത്തനം മുഴുവൻ വായിച്ച എത്ര പേരുണ്ട്? സങ്കീർത്തനം നമുക്ക് വൈകിട്ട് ഇനി ഇച്ചിരൂടെ പറയേണ്ടി വരും. ബൈബിൾ വായിക്കാറുണ്ടോ? ഈ ആഴ്ച ബൈബിൾ വായിച്ച എത്ര പേരുണ്ട്? ഈ ആഴ്ച എല്ലാ ദിവസവും, ഈ ആഴ്ച നോക്കെ, ഈ സൺഡേ വിട്ടേക്ക്, കഴിഞ്ഞ ഒരാഴ്ച എല്ലാ ദിവസവും വായിച്ചു വരും. എഴുതി വെക്കണേ, ഇന്നു മുതൽ ഞാൻ ബൈബിൾ വായിക്കാനൊരു തീരുമാനം ഈ ക്യാമ്പിൽ നിന്ന് എടുത്തു എന്ന്. നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും, ഒരാൾ അഡ്വൈസ് ഇല്ലെങ്കിലും ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ മാറ്റാൻ വേറെ ആരും വരണ്ട. ആ വചനം നിങ്ങളെ മാറ്റും. അത്രയ്ക്ക് പവറാണ് വചനത്തിന്. ഓക്കെ. വചന വായന. ഇപ്പം നമ്മുടെ ജീവിതത്തിലെ റിലേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ്, നിങ്ങളൊരു ആത്മീയമായിട്ടുള്ള നിലയിൽ നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു ഫോളോ അപ്പ് ആവശ്യമാണ്. അത് മാറും, അല്ലേ? ഇനി ലവ് അഫെയറിനെ കുറിച്ച് പറയാം, റിലേഷനെ കുറിച്ച് വന്നുകൊണ്ട് ആ ഭാഗം എന്ന് പറയാം. ബന്ധങ്ങൾ വളരെ പ്രധാനം. ഒത്തിരി തരത്തിലുള്ള ബന്ധമുണ്ട്, അല്ലേ? മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം, ഭാര്യ ഭർത്താക്കന്മാരുമായിട്ടുള്ള ബന്ധം. ഈ ഒരു പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പ്രണയം എന്നുള്ള കാര്യം, അല്ലേ? ആരും പ്രണയിക്കാൻ വേണ്ടിയല്ല സ്കൂളിൽ പോകുന്നത്, ഇങ്ങനൊന്നുമല്ല. പക്ഷെ അവിടെ പോയപ്പോൾ എന്നെ നോക്കി ആ നോട്ടത്തിൽ അങ്ങ് വീണുപോയി. സൈക്കിള് ഇടിച്ചപ്പോൾ അങ്ങ് വീണുപോയി. ചിലർ വന്നപ്പോൾ ഹെൽപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്തങ്ങ് വീണുപോയി. പിന്നെ ഉറക്കമൊന്നുമില്ല, രാത്രിയിലും പകലും സ്കൂളിൽ ഇരിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ അങ്ങ് തോന്നുക, ആൾ നമ്മുടെ പുസ്തകത്തിൻ്റെ അകത്ത് വന്നു. അവർ കൊടുക്കുന്ന മയിൽപ്പീലി എടുത്ത് കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. ഒരുത്തൻ്റെ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്നു, കരഞ്ഞുകൊണ്ട്, വർഷങ്ങളെ ഇത് അവൾ തന്ന മുടിയാണ്, ഇത് അവൾ തന്ന ടൗലിൻ്റെ അറ്റമാണ്, ഉണങ്ങിയൊരു പൂവ് എന്നോ തന്നതാ, ഇപ്പൊ അവൾ എന്നെ വിട്ടുപോയി. ഒരുത്തൻ പറഞ്ഞ എനിക്ക് ഏകദേശം 20 പ്രേമം ഉണ്ടായിരുന്നു, പക്ഷെ 19 എണ്ണവും എനിക്ക് യാതൊരു ഇൻട്രസ്റ്റ്. പക്ഷെ 20ാമത്തേത് അതന്നെ അങ്ങ് തകർത്ത് കളഞ്ഞു. ചിലർക്ക് കോളേജിൽ പോകുന്നത് തന്നെ വേറൊന്നിനുമല്ല. ഒരു ഐസിബിൻ്റെ ഒരു ലീഡർ ഉണ്ടായിരുന്നു. ആ ലീഡറായിട്ട് അവൻ വരുന്ന സമയത്ത് ഞാൻ ഇവനെ ഇൻട്രൊഡ്യൂസ് ഇവനാ ലീഡർ എന്നൊക്കെ പറഞ്ഞു. അന്ന് ആ കോളേജിൽ ഒരു പെങ്കൊച്ച് ആദ്യമായിട്ട് പഠിക്കാൻ വന്നു. ആ പെങ്കൊച്ചിൻ്റെ ഒരു നമ്പർ അവൻ മേടിച്ചു. പിന്നെ ആ കുട്ടി അവിടുന്ന് മറ്റൊരു കോളേജിലേക്ക് വന്നു. അത് കൊട്ടാരക്കരയിലേക്കാണ് വന്നത്. ഞാൻ കൊല്ലത്തുള്ള സമയത്താണ് കൊട്ടാരക്കരയിലേക്ക് വന്നു. ഇവൻ കൊല്ലത്തുള്ളവൻ കൊട്ടാരക്കര എത്തും എല്ലാ ദിവസവും. ഒരു ദിവസം ഈ പെങ്കൊച്ചിൻ്റെ പേരൻസ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസേ രണ്ടിനെ ഞങ്ങളുടെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, എന്നാ ചെയ്യണം? പ്രേമത്തിൻ്റെ ആഴം ഒന്ന് പറഞ്ഞതാണ്. ചിലത് ഇത്രയും വലിയ റേഞ്ചൊന്നുമില്ല. ഫോണുള്ളതുകൊണ്ട് വളരെ ഈസിയാണ്. മമ്മി ഞാൻ ഉറങ്ങാൻ പോവാണേ, എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, രാത്രി എത്ര ആയിട്ട് ഉറങ്ങുന്നില്ല, പുതപ്പൊക്കെ മൂടിയിട്ടുണ്ട്,
പതുക്കെ പറയുന്നത് കേൾക്കാം. ഞാൻ ഈ അടുത്ത് ഒരു വിദേശയാത്ര ചെയ്തു. രാത്രി 3 മണിയായപ്പം എൻ്റെ അപ്പുറത്ത് 12ാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചാണ്. അന്ന് ആ വീട്ടിൽ ഗസ്റ്റായിട്ടാണ്, നമുക്ക് പരിചയമുള്ളതാണ്, പക്ഷെ ഗസ്റ്റായിട്ട് വന്നതാണ്. രാത്രി 3 മണിയായിട്ടും സംസാരം നിർത്തുന്നില്ല, ഭയങ്കര സംസാരം. ഞാൻ ലൈറ്റിട്ട് അതിലേ പോയപ്പോഴത്തേന് ലൈറ്റ് ഓഫായി. വളരെ ശാന്തത. ക്യാമ്പിനൊക്കെ പോകുന്ന സമയത്ത് പറയും മൊബൈൽ ഫോൺ ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ക്യാമ്പിന് സ്ട്രിക്റ്റായിട്ട് പറയും 3 ദിവസം നിങ്ങൾ ഉപവാസം പോലെ തന്നെ മൊബൈലിൻ്റെ ഉപവാസം. നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് വിമുക്തരാണോ എന്ന് അറിയണമെങ്കിൽ 3 ദിവസം ആരുടെയെങ്കിലും കയ്യിൽ ഫോൺ ഒന്ന് കൊടുത്തിട്ടിരിക്കാമെങ്കിൽ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ഈ ഫോണാണ്. അസ്വസ്ഥതയിലെ ഫ്രീ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് വിമുക്തരാണ്. നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നെങ്കിൽ ദയവ് ചെയ്തൊരു കാര്യം പറയാം, അടുത്ത ദിവസം കൊണ്ട് ക്യാമ്പ് തീരും, ഈ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരരുത്. ഒന്നീ ബാഗ് വെച്ച് കെട്ടിവെക്കുക, അല്ലെങ്കിൽ അവിടെ പോയി അറിയാതെ എടുക്കും തോന്നുന്നെങ്കിൽ ആരുടെയെങ്കിലും പാസേഴ്സിൻ്റെ കൈ കൊടുത്തിട്ട് വരിക, ഇല്ലെങ്കിൽ ഈ ക്യാമ്പ് ഒരു പ്രയോജനം ചെയ്യില്ല. ക്ലാസ് തകർപ്പൻ ക്ലാസ്സാണ്. നിങ്ങൾ കരഞ്ഞു പോയിട്ടായിരിക്കും അവിടെ ചെല്ലുന്നത്. അപ്പോഴായിരിക്കും പഴയ ആളുടെ ഒരു മെസ്സേജ്, എന്നാ 2 ദിവസമായിട്ട് അനക്കമൊന്നും ഇല്ലാത്തേ, എന്നാ ഒരു മെസ്സേജ് അയക്കാത്തേ. യേശുവിനോട് കമ്മിറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് അങ്ങോട്ട് ചെയ്യുന്നപ്പോഴാണ് ഈ മെസ്സേജ് കണ്ടത്. കർത്താവേ, ഞാൻ ഒന്ന് മറുപടി അയച്ചോട്ടെ. ആ മറുപടി അയച്ചു കഴിഞ്ഞപ്പോഴേക്ക് ആ ഒരു ദിവസം മുഴുവൻ കിട്ടിയ ഊർജവും നമ്മളെ കർത്താവാണ് നടത്തുന്നത്. യേശുവാണ് നിങ്ങളുടെ പിതാവെങ്കിൽ യേശുവിനേക്കാൾ അധികമായി സ്നേഹിക്കുന്ന ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് ആൺകുട്ടിയായിരിക്കാം, പെൺകുട്ടിയായിരിക്കാം, ഏത് ബന്ധങ്ങളാണെങ്കിലും അതിനോട് നോ പറയാൻ എന്ന് കഴിയുന്നോ അന്നേ നിങ്ങൾ വിജയിക്കത്തുള്ളൂ. ഇത് തുടങ്ങുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു 8ാം ക്ലാസ്, ചില 4ാം ക്ലാസ്സിലൊക്കെ, ഇപ്പം 4ാം ക്ലാസ്സിലൊക്കെ കത്ത് തുടങ്ങുന്ന ആൾക്കാരെ ഇപ്പം അവർക്ക് വലിയ വിവരമില്ലെങ്കിൽ പോലും ഇപ്പോൾ 1ാം ക്ലാസ് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും എന്ത് ഡീപ്പായിട്ട് അനുഗ്രഹിക്കപ്പെട്ട മീനിങ് ആണെന്നറിയോ? നിങ്ങൾ ആരോട് പറയണമെന്നറിയോ? നിങ്ങൾ അപ്പനോടും അമ്മയോടൊക്കെ പറയണം, മമ്മി ഐ ലവ് യു. എന്ത് സന്തോഷമാണെന്നറിയോ അവർക്ക്? നിങ്ങൾ അവരിൽ നിന്നും കേൾക്കണം. അത് കേൾക്കാതിരിക്കുന്നവരാണ് കൂടുതലും. ഇങ്ങനെ പോയിരിക്കുമ്പോഴാ ഒരാൾ ഐ ലവ് യു വീണുപോയി. അയ്യോ എന്താന്ന് പറയും, ഞാൻ പഠിക്കുന്ന കാര്യത്തെ ചോദിക്കുന്നു, ഭക്ഷണം കഴിക്കുന്ന ചോദിക്കുന്നു, ഞാൻ സുന്ദരനാന്ന് പറയുന്നു, ഞാൻ സുന്ദരിയാന്ന് പറയുന്നു. ഞാൻ പറഞ്ഞത് ശരിയാണോ? അല്ലേ? ഇങ്ങനെയുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ പാഷ പറയുന്ന പോലെ ഒന്നുമല്ല, എനിക്ക് ഭയങ്കര റിജക്ഷനാണ് വീട്ടിൽ നിന്ന്, എന്നെ ആരും അംഗീകരിക്കുന്ന പോലും ഇല്ല. അപ്പം അവൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു പഠിക്കാനൊരു ത്രില്ലുണ്ടായി. അവൾ പറഞ്ഞപ്പം എനിക്കിപ്പോൾ ഒന്ന് ഒരു ഭയങ്കര ഊർജ്ജമാണ്, എനിക്ക് പഠിക്കാൻ പോകുന്നുണ്ട്. ഞാനിപ്പോൾ ആരാധനയ്ക്ക് വരെ പോകുന്നുണ്ട്, സ്കൂളൊക്കെ വിട്ട് ഇപ്പം ചർച്ചിൽ പോലും പോകുന്ന അതിനാണ്. ശരിയാന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരു ക്യാമ്പിൽ പോയി ഒരുത്തരം കൊണ്ട് പോയതാ. അവനെ പോയിട്ട് പുറകെ ഇരുത്തി, ആലപ്പുഴ ഒരു ക്യാമ്പിനാണ്. കുറച്ചൊക്കെ ഉച്ചയായപ്പോൾ പറഞ്ഞു, പക്ഷേ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ പിള്ളേരെങ്കിലും ഒന്നും കുഴപ്പമില്ലെന്നാ, ഇത് അതിനേക്കാളും കഷ്ടമാണല്ലോ. അവിടെ ഇരുന്ന് അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, മാന്തുന്നു. എങ്ങനെയും ഒന്ന് ഇത് കഴിഞ്ഞിട്ട് വേണം അവിടെ സ്നാക്സ് കഴിക്കാൻ പോകാൻ. സ്നാക്സിന് വേണ്ടിയിട്ടുമല്ല, അവിടെ പോയിട്ട് എങ്ങനെങ്കിലും 2 നമ്പർ ഒപ്പിച്ചുകൊണ്ട് പോകണം ഇപ്രാവശ്യം ക്യാമ്പ് കഴിയുമ്പോൾ. ഞാൻ നടത്തിയൊരു ക്യാമ്പ്, ഞാനൊരു 10-20 ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. അതിനകത്തൊരു ക്യാമ്പിൽ ലീഡർഷിപ്പിൽ നിന്ന ഒരാൾ 1ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇനി തീരുന്നത് വരെ എൻ്റെ കൂടെ നിന്നാൽ മതി. ഇവൻ നമ്പർ കളക്ട് ചെയ്യുക. ചിലർക്ക് പ്രത്യേകിച്ച് കീബോർഡ് വായിക്കുന്നവർ, പാട്ട് പാടുന്നവർ, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പ്രോഗ്രാം, അവരെ പുറകെ ഇതിന് ഇപ്പോൾ ഒന്നും വേണ്ട, ഇൻസ്റ്റാഗ്രാം ആണല്ലോ, ഇത് കഴിഞ്ഞ് എങ്ങനെയും ഒന്ന് പേര് കിട്ടിയാൽ മതി. അത് അപ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് പോകും. മക്കളെ, തിരിച്ച് ഞാൻ പറയാം, ഈ ക്യാമ്പ് കഴിഞ്ഞിട്ട് ഒരാൾ പോലും പാപത്തിലേക്ക് വീഴരുത്. യേശുമായിട്ടുള്ള ബന്ധത്തിൽ ഹുവാമായി, ഞാൻ ആരാണ്? കർത്താവ് എന്നെ എന്തിനാക്കി വെച്ചിരിക്കുന്നത്? ഈ ലോകത്തിൽ ഇങ്ങനെ തകർന്ന് തരിപ്പണമാകാനാണോ? അല്ല, യേശുവിൻ്റെ പൈതലായിട്ട് ലോകത്തിൽ വേണ്ടി നിൽക്കുവാൻ, മറ്റുള്ളവർ കാണുമ്പോൾ എന്നിലൂടെ യേശുവിനെ കാണുവാൻ, ആ ഒരു ചിന്തയാണെങ്കിൽ ഇന്ന് എല്ലാം വലിച്ചെറിയും. ഇങ്ങനെ പറഞ്ഞ ഇതൊക്കെ പറഞ്ഞ് നിർത്തുമ്പം പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് എന്നെ പേഴ്സണലായിട്ട് സംസാരിക്കാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിനൊക്കെ നിങ്ങൾ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഏത് കാര്യമാണെങ്കിലും
നിങ്ങൾക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. എനിക്ക് ശേഷം സിസ്റ്റർ നിസി ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സഹോദരിമാർക്ക് ഇപ്പം എന്നോട് പറയാൻ പറ്റുന്നില്ലാത്ത ഒരു കാര്യമാണ് നിസി ഇതിന് ശേഷം ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിന് ശേഷം നിങ്ങൾ സംസാരിക്കാൻ തീർച്ചയായും നിങ്ങൾ പറയാം. കാരണം ഈ ക്യാമ്പ് നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ക്യാമ്പായിരിക്കണം. വെറുതെ 3 ദിവസം ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ച് പോകുന്ന ക്യാമ്പല്ല, അതിനപ്പുറമായിട്ട് എന്തെങ്കിലുമൊക്കെ നേടിപ്പോകുന്ന ക്യാമ്പായിരിക്കണം. ഞാനിങ്ങനെ പറയാം, അതിൻ്റെ അകത്ത് വിവാഹത്തിൻ്റെ പ്രായം എത്രയാ? 13 വയസ്സാണോ? എത്ര? അതറിയാമോ? അറിയത്തോലുമില്ല. ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. അതൊക്കെയൊക്കെ സമയം. എത്ര പ്രായം? എത്ര? 20 ആണെന്ന് തോന്നുന്നു. എത്ര? 21. പെൺകുട്ടികളുടെയോ? ഇതൊക്കെ എന്താ ഈ പ്രായം വെച്ചേക്കുന്നത്? അവരുടെ ഒരു പ്രായം ഉണ്ട് എപ്പോഴും ഇല്ലേ, വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെച്യൂരിറ്റിയും എല്ലാം നോക്കിയിട്ടാണ്. ഓക്കെ, എപ്പോഴാണ് വിവാഹം കഴിക്കണ്ടേ എന്ന് പറയാം? എപ്പോഴാ? 18, 21 വെച്ചു. ഓക്കെ, എപ്പോഴാണ് വിവാഹം കഴിക്കണ്ടേ? പുറകെ ഇരിക്കുന്നവരെന്ന് അഭിപ്രായം പറഞ്ഞേ. എപ്പോഴാണ് വിവാഹം കഴിക്കേണ്ടത് ശരിക്കും? ഓക്കെ, ഇച്ചിരി പറഞ്ഞാൽ 10ാം ക്ലാസ്സൊക്കെ എത്തുമ്പോഴാണോ ഇതിൻ്റെ അങ്ങ് ആവശ്യം കൂടുന്നത്? 12 എത്തുമ്പോഴത്തേന് അങ്ങ് കത്തിപ്പടരുകയാണല്ലോ. യഥാർത്ഥത്തിൽ 12ാം ക്ലാസ്സിലും 10ലും ഒക്കെ എടുക്കുമ്പം ഈ പഠിക്കുന്ന സമയത്ത് എത്ര കുഞ്ഞുങ്ങൾ വേണം, എത്ര വലിയ വീട് വേണം ചിന്തിക്കേണ്ട സമയമാണോ? നിങ്ങളുടെ മെയിൻ കോൺസെൻട്രേഷൻ എന്തായിരിക്കണം? പഠനം. എന്നാൽ 25 വയസ്സ് കഴിഞ്ഞ് 28 വയസ്സ് കഴിഞ്ഞപ്പം 10ാം ക്ലാസ്സിലെ സയൻസ് ചിന്തിക്കേണ്ട സമയമാണോ? ഇല്ല. ഓരോന്നിനും ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കൗമാര പ്രായം എത്തുമ്പോൾ ചിന്തകൾ വരും. അങ്ങനെ തന്നെ പച്ചയ്ക്ക് ഞാൻ പറയാം, ചിന്തകൾ വരും. നിങ്ങൾ നോക്കുമ്പോൾ ആ കൊച്ചു എന്നെയാണോ നോക്കുന്നത്, അല്ലെങ്കിൽ എന്നോട് എന്ത് സ്നേഹമുണ്ടോ, ചിന്തകൾ വരാം. പക്ഷെ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ 20 എണ്ണത്തിൻ്റെയും കോളേജിലൊരെണ്ണം, സ്കൂളിലൊരെണ്ണം, ചർച്ചിലൊരെണ്ണം, വഴിക്കൂടെ പോകുമ്പം ഒരു ബസ്സിലൊരെണ്ണം, ഇതൊക്കെ വരാൻ കാരണം എന്തോ ചെയ്യാൻ നമുക്ക് പോലും അറിയത്തില്ല. പറയണം, ഞാൻ ആരാന്ന് എനിക്കറിയാം, ഞാൻ യേശുവിൻ്റെ പൈതല. എൻ്റെ അപ്പനോടും അമ്മയോടും എന്തെങ്കിലും എൻ്റെ രഹസ്യം കണ്ടാൽ എനിക്ക് ഭയപ്പെടുന്നെങ്കിൽ എൻ്റെ രഹസ്യത്തെ മുഴുവൻ കാണുന്ന സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ ഞാൻ ആരാണെന്നൊരു ബോധ്യം എനിക്കുണ്ട്. നിങ്ങൾക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞ് മാന്യമായിട്ടൊരു ജോലി കിട്ടി, ആണുങ്ങൾ കുടുംബത്തെ പോറ്റാൻ പ്രാപ്തിയാകുമ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി ഉത്സാഹിക്കണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥന നേരത്തെ തുടങ്ങണം. ദൈവഹിതമല്ലാത്ത യാതൊരു ബന്ധവും എനിക്കുണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചായിരിക്കണം ജീവിതം തുടങ്ങേണ്ടത്. ഇങ്ങനെ ഞങ്ങൾ റൈറ്റ് ടൈമിൽ റൈറ്റ് പേഴ്സണെ ദൈവം എന്ത് ചെയ്യും? ഒരുക്കി തരും. ഇനി ഒത്തിരി അപകടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ പറയും, കല്യാണമൊക്കെ വേണ്ടേ? ഏത് പെണ്ണാണ് നല്ലത്? എല്ലാം കണക്കാണ്. പെൺപിള്ളേർ ആൺപിള്ളേരുടെ കാര്യം പറയേ വേണ്ട, ഇതൊക്കെ എവിടെയൊക്കെ പോയതാ. എന്നാൽ ശരിയായ രീതി ജീവിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റും, എനിക്ക് റൈറ്റ് ടൈമിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതിനൊന്ന് കർത്താവ് നൽകി തരും. നിങ്ങളുടെ ഈ പ്രായം പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവ് തെറ്റായ യാതൊരു വഴിയിലേക്കും പോകാൻ ഇടയായിത്തീരരുത്. ആരെങ്കിലും ഏതെങ്കിലും ഒരാളെയൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നെങ്കിൽ ഇന്ന് അതിനെ ഉപേക്ഷിക്കേണ്ട ദിവസം കൂടെ. ഞാൻ പരവൂരാന്ന് തോന്നുന്നു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയി. ഒരു 15 വർഷം മുമ്പാണ്. 10ാം ക്ലാസ്സിൽ ക്ലാസ് എടുത്തു. ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് കുറേ പെമ്പിള്ളേർ തീരുമാനിച്ചു, ഞങ്ങൾ അപകടത്തിലാണ്, കാരണം ഇങ്ങനെ പോയ ജീവിതം ശരിയാകത്തില്ല. അവർ തീരുമാനിച്ചു, എഴുതിയൊക്കെ തന്നു. സാറേ ഇനി ഞാൻ ചെയ്തില്ല, ഒത്തിരി അപകടത്തിലാണെന്ന് പറഞ്ഞു. കുറേ ആൺപിള്ളേർ എഴുതി. ഇങ്ങനെയാണ് ഈ സാറ് സ്കൂളിൽ വന്ന് അടിച്ച് കാലൊടിച്ച് കളയും. എനിക്കൊരു പേപ്പറിൽ എഴുതി തന്നു. ആൺകുട്ടികൾ ചിലപ്പോൾ രസമായിരിക്കും. ഞാൻ ഇങ്ങനൊരു ചോദ്യം ആ ചോദ്യം ഇവിടെ ചോദിക്കുക, നിങ്ങൾ ആൻസർ പറഞ്ഞാലും ഇല്ലെങ്കിലും. ഒരു ക്യാമ്പ് കഴിഞ്ഞപ്പം ആൺപിള്ളേർ പറഞ്ഞു, സാറേ ഈ സമയത്തല്ല എപ്പോഴാണ് അടിച്ചു പൊളിക്കുന്നത്? ഇപ്പോഴാണ് പ്രേമിക്കേണ്ട സമയം, ഇപ്പോഴാണ് ലൈൻ അടിച്ചൊക്കെ പോകേണ്ട സമയം. അപ്പോൾ ഞാൻ ചോദിച്ചു, പെൺകുട്ടികളുടെ അഭിപ്രായം എന്തുവാ? ഇത് നിങ്ങൾ താല്പര്യമുണ്ടോ? ആരും മിണ്ടിയില്ല, ശബ്ദമൊന്നും ആക്കിയില്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറയും. ആൺകുട്ടി ചോദിച്ചു, ഇത് പ്രേമിച്ച വല്ല തെറ്റുണ്ടോ, ഇപ്പം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? സാറ് ഇപ്പോഴാണ് ചെയ്യണ്ടേ? എല്ലാവരും കൈവക്കി. അപ്പം ഞാൻ അടുത്തൊരു ചോദിച്ചു, നിങ്ങളുടെ സ്വന്തം സഹോദരിമാർ പ്രേമിച്ചു പോകാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഒരൊറ്റയാളുടെയും കൈ പോകുന്നില്ല. വല്ലോൻ്റെയും വീട്ടിൽ വല്ലവരും പോയാൽ അടിച്ചു മാറ്റി എന്നാ കുഴപ്പമുള്ളേ? ചിന്തിക്കാം. നമ്മുടെ സ്വന്തം സഹോദരി, നമ്മുടെ സ്വന്തം സഹോദരൻ റോങ് ആയിട്ടുള്ള വഴി പോയാൽ അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, അതിലൊരു തെറ്റ് നിങ്ങൾ കണ്ടുപിടിക്കുന്നെങ്കിൽ മനസ്സിലാക്കുക, കർത്താവ് ഇത്രയും സ്നേഹിച്ച, നമുക്ക് വേണ്ടി ജീവൻ തന്ന, അവസാനത്തുള്ളി രക്തം ചീന്തി തന്ന കർത്താവിന് നമ്മളെക്കുറിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ യേശുവിന് ഇഷ്ടമില്ലാത്ത എനിക്ക് വേണ്ട. എനിക്ക് ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒന്ന് ദൈവം ഒരുക്കുമെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന, നേരത്തെ ഞാൻ കഥ പറഞ്ഞ പോലെ 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവൻ്റെ സ്വപ്നത്തിൽ
ചിന്തിക്കാത്ത ഒന്ന്, ഏറ്റവും പ്രസിഡന്റ് പദവിയിലേക്ക് വരെ ഉയർത്തപ്പെടുന്ന നിലയിൽ ഒരുക്കിയതുപോലെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഏറ്റവും നല്ല ഒന്ന് ഒരുക്കിയിട്ടുണ്ട്. അതിനായിട്ട് കാത്തിരിക്കുക. നമുക്ക് 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തുമ്പം നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഒരു ഗ്രൂപ്പ് വേണമെങ്കിൽ തിരിയുക, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇത് റിലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എഴുതാനുള്ള സമയമുണ്ട്. അബ്യൂസ് ഒത്തിരി നേരിടുന്നത് ഈ ഒരു ചെറുപ്പകാലം മുതൽ ഈ ഒരു കാലഘട്ടം വരെ അബ്യൂസ് ഇഷ്ടം പോലെ നേരിടാറുണ്ട്. ഫിസിക്കൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ അടി, കിട്ടി, അല്ല അങ്ങനെയുള്ള അബ്യൂസുകൾ. അതുപോലെ വെർബൽ, വാക്കുകൾ കൊണ്ടുള്ള അബ്യൂസ് ഒത്തിരി വിഷമിപ്പിച്ചിട്ടുള്ള ആൾക്കാർ കാണും. അതുകൊണ്ട് തന്നെ അവരുടെ ഏതൊരു പ്രവൃത്തിക്കകത്തും മറ്റൊരാളെ കുത്താനുള്ള ആഗ്രഹം കാണും. വാക്കിൽ കൂടെ ഒത്തിരി വേദനയൊക്കെ തിന്നാണെങ്കിൽ വേറൊരാളെ അറിയാതെ മുറിവേൽപ്പിക്കാനുള്ളൊരു ടെൻഡൻസി നമ്മുടെ ഉള്ളിലുണ്ടാകും. അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസ് നേരിട്ട ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നേരിട്ട് സംസാരിച്ച സ്കൂളൊക്കെ ക്ലാസ് എടുക്കുമ്പം ഒരു ക്ലാസ് കഴിയുമ്പം തന്നെ പല കുട്ടികൾ വന്നിട്ട് പറയും, സ്വന്തം പേരൻസിൽ നിന്ന്, അങ്കിൾമാരിൽ നിന്ന്. ഒരു കുട്ടി വന്ന് പറഞ്ഞു, എൻ്റെ അങ്കിള് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. എൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, എൻ്റെ പപ്പ മരിച്ചുപോയി, അങ്കിളാണ് എൻ്റെ വീട്ടിലെ ഫിനാൻസ് എല്ലാം മുടക്കുന്നത്. പക്ഷേ ഈ അങ്കിള് വീട്ടിൽ വരുമ്പം എന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നു. പക്ഷേ എൻ്റെ അമ്മയോട് പറയാൻ പറ്റത്തില്ല, കാരണം അമ്മയ്ക്ക് അങ്കിൾ എന്ന് പറഞ്ഞ ജീവനാണ്. ഈ കുട്ടി വർഷങ്ങളിങ്ങനെ മുന്നോട്ട് അവൾ കരയുക, പൊട്ടിക്കരയുക. അവൾ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല ആരോട് പറയണം. ഞാൻ പറഞ്ഞു, മോളെ ഞങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന എൻ്റെ അമ്മയോട് പറയാമെന്ന് മാത്രമാണ്. അടി കിട്ടിയാലും കുഴപ്പമില്ല, നീ തുറന്ന് പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര അപകടമാണ്. ആ കുഞ്ഞ് അവിടെ തുറന്ന് പറഞ്ഞ് അതിന് രക്ഷപ്പെട്ടു. വേറൊന്ന്, സ്വന്തം അധ്യാപകൻ മറച്ച് ആരോടും അറിയാം. ആത്മീയ ഗ്രൂപ്പിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ. ചിലർക്ക് മറ്റൊന്നുമല്ല, അതേ ഗ്രൂപ്പിലുള്ള ആളുകൾ, ആണാണ് ആണിൽ നിന്നുള്ള ഒരുത്തനെ ഞാൻ കഴിഞ്ഞ 27 വയസ്സായ സമയത്ത്, അവൻ്റെ ചെറുപ്പം മുതൽ അറിയാമെങ്കിലും 27ാമത്തെ വയസ്സിൽ അവൻ തുറന്നു പറഞ്ഞു, വർഷങ്ങൾ എനിക്കറിയാം, എൻ്റെ ചർച്ചിലെ മുതൽ പല ആണുങ്ങളും പല അങ്ങനെയുള്ള അവനൊരാണാണ്, ആണുങ്ങളിൽ നിന്ന് അവന് കിട്ടിയിരിക്കുന്ന തെറ്റായ ശാരീരിക പ്രശ്നങ്ങൾ, ജോലി നേടിയ സമയത്ത് 200 പേരുമായിട്ടുള്ള ശാരീരിക ബന്ധം അവനുണ്ടായി. കല്യാണം കഴിക്കാൻ പോലും പറ്റുന്നില്ല, മനസ്സ് തകർന്നു വരുത്താൻ. ഞാൻ പറഞ്ഞൊരു ലെവൽ കഴിഞ്ഞ ശേഷം മറ്റൊരു കൗൺസിലറുടെ ഞാൻ കൈ കൊടുത്തു. അവന് വിവാഹം കഴിച്ചു, വിവാഹത്തിൽ പോലും സക്സസ് അല്ല. ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ മുറിവായിട്ട്. ചിലർ പറഞ്ഞാൽ ഇനി ജീവിതത്തിൽ വിവാഹം കഴിക്കുകയല്ല. ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ചെന്ന് അറിയുമ്പോഴായിരിക്കും അറിയുന്നത് എന്തോ സെക്ഷലായിട്ടുള്ള ഒരു പ്രശ്നം ചെറിയ പ്രായത്തിൽ സംഭവിച്ചു. 5 വയസ്സിലായിരിക്കാം, 10 വയസ്സിലായിരിക്കാം. ഉൾഭയം ഭയങ്കരമായിട്ട്. ഇനി അതോ വിവാഹം കഴിച്ച ആളുകൾക്ക് പോലും ചിലപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല. കാരണം ഈ ഒരു പേടി അകത്ത് കിടക്കുക. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് തുറന്നു പറച്ചിൽ വളരെ പ്രധാനമാണ്. അതുപോലെ ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രതിസന്ധിയിൽ കൂടെ പോകുന്നെങ്കിൽ ഇന്ന് പകൽ ഇവിടെ തീരും ബൈ പറയുക, ഇല്ല, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, ഇതിനെ ഞാൻ നശിപ്പിക്കത്തില്ല. മറ്റൊരാൾക്ക് വേണ്ടി ഉള്ളതല്ല. നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യമില്ലാതെ മറ്റൊരാൾ അനാവശ്യമായിട്ട് തൊട്ടാൽ ആ സ്പർശനം നിങ്ങൾക്കറിയാം. ഗുഡ് ടച്ചും ബാഡ് ടച്ചും തിരിച്ചറിയാൻ പറ്റണം, അല്ലേ? ചിലയിടത്തൊക്കെ ഈവൻ ആത്മീയ ഗ്രൂപ്പുകളിലൊക്കെ ചില ആളുകൾ വന്നിട്ട് ഓക്കെ സന്തോഷത്തോടെ മോനെ മോളെ എന്നൊക്കെ വിളിക്കുന്ന അമ്മച്ചിമാരൊക്കെ ഉണ്ടായിരിക്കാം, അപ്പച്ചന്മാരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ചിലത് പോകുമ്പോഴേ അറിയോ ഇയാൾ ദാ വരുന്നു, ചില ഓടുന്ന കാണാം. ഞാൻ പറയുന്നത് സത്യമാണോ? ഞാനിത് പറയുന്നത് ജസ്റ്റ് എവിടെ നിന്നല്ല, അറിവ് കൊണ്ട് അറിഞ്ഞ സംഭവങ്ങൾ വെച്ചോണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പുള്ളി അങ്ങനൊന്നുമില്ല, ശരിയാ. ചില പിള്ളേരെ പിടിച്ച് മടിയിലേ ഇരുത്തത്തുള്ളൂ, മാറ്റിയിരുത്താൻ സമ്മതിക്കത്തില്ല. ബാഡ് ടച്ച് ഉണ്ടെങ്കിൽ തിരിച്ചറിയണം. ഇനി മുതിർന്നു കഴിഞ്ഞാലും ചിലപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴായിരിക്കും, ചിലർക്ക് ഇങ്ങനത്തെ ടെൻഡൻസി ഇച്ചിരി കൂടുതലാണ്. നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴായിരിക്കാം, ബസ്സിൽ പോകുമ്പോഴായിരിക്കാം. തിരിച്ചറിയാം. നോ പറയേണ്ടിടത്ത് നോ പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഗിൽറ്റ് നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. ഇനി ഞാൻ ഒരു ഭാഗം നേരത്തെ പറഞ്ഞതിൻ്റെ കഴിഞ്ഞ എനിക്കൊന്നൊരു 3-4 വർഷം പ്രിയ ജോബിൻ സാറൊക്കെ വരുന്ന ഒരു ക്യാമ്പ്, ഞങ്ങൾ ആ ക്യാമ്പ് കഴിഞ്ഞപ്പം കുറേ പേരോട് സംസാരിച്ചു. ഒരു വീട്ടിൽ 3 പേര്, ചേട്ടത്തി, അനിയത്തി, സഹോദരൻ, 3 പേര് കൗൺസിൽ ചെയ്യുക. പക്ഷെ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഒരാൾ പറഞ്ഞു, ഒരാൾ എറണാകുളത്ത് ജോലി ചെയ്യുക. ആ ജോലി ചെയ്യുന്ന ഈ പെൺകുട്ടി യാത്ര ചെയ്ത അവിടെ പോയി ജോലി ചെയ്യുന്ന സമയത്ത് 10 മണിയാകുമ്പം വിളിക്കാൻ മറ്റൊരു വിശ്വാസിയായിട്ടൊരാൾ സ്ഥിരം വരും. അങ്ങോട്ട് കൊണ്ടുപോകും,
തിരിച്ചു കൊണ്ടും പല ദിവസമായി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നതിന് പകരം കാലിയായ വീട്ടിൽ അവളെ കൊണ്ടുവന്നു ശാരീരിക ബന്ധത്തിലേക്ക് പ്രേരിപ്പിക്കുന്നു. കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സ്വസ്ഥമായി ഒരു മാറിയപ്പം ഇതിൻ്റെ ചേടത്തിയുടെ വിഷയം, ഈ ചേടത്തിക്കും അനിയത്തിക്കും അറിയത്തില്ല, സഹോദരൻ അറിയത്തില്ല, സഹോദരൻ വേറൊരു ബന്ധം. ഇതിന് 3 പേരുടെയും പ്രശ്നങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചു നോക്കി. ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യം ഞാൻ ഇത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് അറിയുന്നത് ഇനി പോയി വീഴാനല്ല. അങ്ങനെ വീണവരോ പ്രശ്നത്തിലോ ഉണ്ടെങ്കിൽ പുറത്തു വരണം. എനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, ആരും അറിയത്തില്ല, അങ്ങനെ ജീവിതം നീറി തീരുന്നവരുണ്ട്. സെക്ഷൽ ഇഷ്യൂസ് ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിൽ കയറി വരാൻ ഒരു കാരണം ഇൻ്റർനെറ്റിൻ്റെ ഈ ഇൻഫ്ലുവൻസാണ്. എല്ലാവർക്കും ഫോൺ. ഞാൻ ചോദിക്കാം, നീ ശരിയായ രീതിയിൽ തന്നെ ചോദിക്കുക, ജസ്റ്റ് എത്ര പേർ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്? സ്വന്തമായിട്ട് ഫോണുള്ളവർ കൈ ഉയർത്തിക്കുക. ഞാൻ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, ഫോൺ തെറ്റാന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ചോദിക്കുക, എത്ര പേർ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്? ഭൂരിപക്ഷം ആൾക്കാരും ഫോൺ ഉപയോഗിക്കുന്നവർ. ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അറിവുണ്ട്. ഫോൺ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള ബിസിനസ്സിനൊന്നും അല്ല, പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. എന്നാൽ ഈ കമ്മ്യൂണിക്കേഷനേക്കാൾ കൂടുതൽ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മാധ്യമങ്ങൾ, മീഡിയാസ്, ഫേസ്ബുക്ക്, എന്തൊക്കെ സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ ഇൻവോൾവ് ആകുന്നത്? എന്തൊക്കെയാ? ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, പിന്നെ ട്വിറ്റർ, പിന്നെ പറഞ്ഞോ. ആദ്യം നമ്മൾ ഓപ്പണായിട്ട് പറയാനൊന്ന് പഠിക്കുക. ഞാൻ യൂട്യൂബ് നോക്കിയിട്ടുണ്ട്, ഞാൻ ഫേസ്ബുക്ക് നോക്കിയിട്ടുണ്ട്. ഞാൻ ഇത് നിങ്ങൾ വിചാരിക്കരുത് വിശുദ്ധനായിട്ട് ഇപ്പോൾ അമേരിക്ക എന്ന് ഇങ്ങോട്ട് വന്നു, അല്ലെങ്കിൽ ആകാശം ഒന്ന് പൊട്ടി വീണ ഒരു ഭാഷ ഇവിടെ വന്ന് സംസാരിക്കാന്ന് പറയല്ലേ. ഞാനൊരു പച്ച മനുഷ്യനാണ്. ഇത് പറയുമ്പം ഇതിലൊക്കെ എല്ലാ തരത്തിലും ആൾക്കാരെല്ലാം പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാൻ, അത് മനസ്സിലാക്കാൻ നിങ്ങൾ കഴിയുമ്പോൾ മാത്രം നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റത്തുള്ളൂ. ഒരു ദിവസം, ഞാൻ നിങ്ങളുടെ ഒന്നും ചിന്തിക്കേണ്ട, ഒരു ദിവസം ഫോണുള്ള ഒരാൾ ആവറേജ് എത്ര മണിക്കൂറും ഫോൺ ഉപയോഗിക്കും? സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എന്തെങ്കിലും മീഡിയാസ് എത്ര മണിക്കൂറാണ്? സമയം ഞാൻ പറയാം. രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കുന്നതിന് മുമ്പ് ആദ്യം തപ്പുന്ന എന്തായിരിക്കും? ബൈബിളാണോ? ബൈബിൾ തപ്പുന്ന എത്ര പേരുണ്ട്? രാവിലെ കണ്ണടച്ച് തുറക്കും, കർത്താവേ ബൈബിൾ എന്ത് ചെയ്യേ? ഞാൻ തലവണയുടെ സൈഡിൽ തന്നെ വെച്ചാ ഉറങ്ങുന്നേ, ബൈബിൾ കിട്ടിയിട്ടില്ല, ഞാൻ എണീക്കത്തില്ല എന്നുള്ള എത്ര പേരുണ്ട്? സത്യസന്ധമായിട്ടെന്ന് പറഞ്ഞേ, ആരും തന്നെയില്ല. എന്ത് തപ്പും? ബ്രഷ് കിട്ടിയില്ലേലും എന്ത് തപ്പും? ഫോൺ തപ്പിയിരിക്കും. ഫോൺ തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട കോൾ വന്ന പോലെ എന്താ തപ്പുന്നത്? വാട്സപ്പിൽ ആരെങ്കിലും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചാറ്റ്, എന്തെങ്കിലും ആരെങ്കിലും സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടോ? ആദ്യം ഇതിനൊക്കെ മറുപടിയൊക്കെ അയച്ച് എന്തൊക്കെയാന്ന് നോക്കി ഒരു അരമണിക്കൂർ അവിടെ പോകും. പിന്നെ ഇനിയും പാട്ട് കേട്ടോണ്ടായിരിക്കും പല്ല് തേക്കുന്നത്, അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കുമ്പം ആഹാരം ഇറങ്ങണം എന്ത് വേണം? ഗുളിക പോലെ ഇത് ഫ്രണ്ടിൽ. അത് കഴിഞ്ഞ് പഠിക്കാനുള്ള അത്യാവശ്യം കഷ്ടിച്ചൊന്ന് പഠിച്ചെങ്കിലായി. പോകുന്ന വഴിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ നിവർത്തിയില്ലെങ്കിൽ കൊണ്ടുപോകത്തില്ല. തിരിച്ചു വരുമ്പോൾ ആദ്യം മമ്മി എന്നും പറഞ്ഞൊന്നും അല്ല പോവുക. ഇനി സ്വന്തം ഫോണില്ലെങ്കിൽ അമ്മയുടെ ഫോൺ എവിടെ ഉണ്ടാകുന്ന തപ്പിയായിരിക്കും പോകുന്നത്. അല്ല, നമ്മൾ പോയി തപ്പം നമ്മുടെ ഫോൺ. അത് കഴിഞ്ഞ് അവിടെ വന്ന് ഇരുന്ന് ചെറുനേരം ഒന്ന് കണ്ടു കഴിയുമ്പോൾ ആ കുളിയൊന്നുമില്ല. ഇപ്പം കുളിക്കുന്നൊരു കുറവാണ് സത്യത്തിൽ. അതറിയോ നിങ്ങൾക്ക്? കേരളക്കാർക്ക് ഭയങ്കര കുളിക്കുന്ന ആൾക്കാർ. ഇപ്പം ചോദിക്കും, കഴിഞ്ഞ ദിവസം വരുന്നുണ്ട്, എടാ കുളിച്ചോ? ഇന്ന് കുളിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ, അല്ല ഞായറാഴ്ചയ്ക്ക് ശേഷം ഇന്ന് ഞാൻ കുളിച്ചു, 3 ദിവസം കഴിഞ്ഞിട്ട്. ഇതിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത കുളിയും നടക്കത്തില്ല, ഒരു പരിപാടിയും നടക്കുകയല്ല. എന്തോ സംഭവിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. അപ്പനേതാ അമ്മയേതാ, വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ തലയോർത്ത് സംസാരിക്കുന്നവർ കുറവായിപ്പോൾ. എങ്ങനെയായിരിക്കും? എന്തെടുക്കുക? അത് ഞാൻ ഒരു അത്യാവശ്യ കാര്യം ചെയ്യുക, എഴുന്നേറ്റൊന്ന് കൈ കൊടുക്കുക, ഒന്ന് കയറ്റിയെടുത്ത്, ഇതൊക്കെ കുറഞ്ഞു വന്നിരിക്കുക. 5 മണിക്കൂർ, ഏറ്റവും കുറഞ്ഞത് 5 മണിക്കൂർ ഉപയോഗിക്കുന്നവരാണ് നല്ലൊരു പങ്കും. 10-ന് മുകളിൽ ഉപയോഗിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. 20 മണിക്കൂർ വരെ ഉപയോഗിക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അഡിക്ഷൻ്റെ അങ്ങേ അറ്റത്തെ ലെവലാണ്. അവൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പം അവിടെ ചെന്നൊന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഞാൻ ചോദിച്ചാൽ എന്തോ തല പൊക്കത്തില്ല. അവസാനം ഞാൻ അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് അറിയോ? അവൻ ഗെയിമിൻ്റെ അകത്ത് കളിച്ചോണ്ടിരിക്കുക, ലാപ്ടോപ്പിനകത്ത് ഗെയിം കളിച്ചോണ്ടിരിക്കുക. ഞാൻ മോനെ ഇതെന്നാ ഗെയിമാടാ? അപ്പം ഭാഷങ്ങൾ ഇത് ഒരു ഗെയിമാണ് കേട്ടോ, ഇത് നോക്കിയോ. ഞാൻ ഇതെങ്ങനെ കളിക്കുന്നത്? ഇതിൻ്റെ അകത്തൊരു വീഡിയോ ഉണ്ട്, ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പം ഈ ഗെയിം എങ്ങനെ കളിക്കണമെന്ന് അറിയാം. ആകെ സംസാരിച്ചത് ഗെയിമുമായിട്ട്. ഞാൻ ഒരുത്തനെ എറണാകുളത്ത് 28 വയസ്സുള്ള ഒരുത്തൻ, അവനോട് സംസാരിക്കാൻ രാത്രി 12 മണിക്ക് പോയി. 12 മണിക്ക് ചെന്നപ്പം കാരണം അവന് പകൽ കിട്ടത്തില്ല.
ജോലിയില്ല, 12ാം ക്ലാസ് പാസ്സായിട്ടില്ല, വീട്ടിലെ 2 ആൺപിള്ളേരിൽ ഇളയവനാ, ഇരിക്കുക, 12ാം ക്ലാസ് 5 6 പ്രാവശ്യം എഴുതി ഈ ഫോണിൻ്റെ അകത്തിരിക്കുക. എടാ ഇങ്ങോട്ട് നോക്കി. അവസാനം ഇവൻ്റെ കളി അങ്ങ് തെറ്റിപ്പോയി. അപ്പം മറ്റവൻ ഫോൺ ഗ്രൂപ്പ് ഗെയിമാണ്, അവിടുന്ന് ഫോൺ കോൾ വന്നു. എടാ ഞാൻ ഒരാൾ സംസാരിക്കാം, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഞാൻ വിളിക്കാം കേട്ടോ. ഗെയിം കളിക്കാത്ത എത്ര പേരുണ്ട്? കളി അറിയത്തേ ഇല്ല, അല്ല കളിക്കാത്ത, സത്യസന്ധമാണോ? കളിക്കാറില്ല, കളിച്ചിട്ടില്ല. ഓക്കെ, ശരി. എനിക്കിത് നിങ്ങൾ എത്ര പേർ ചെയ്യുന്നു എന്നുള്ളതൊന്നും എനിക്ക് അറിയേണ്ട, പക്ഷെ ഞാൻ പറയാം. നിങ്ങളെ അപകടപ്പെടുത്തുന്ന ഒരു വസ്തുവായി നിങ്ങളുടെ പൈസ കൊണ്ട് നിങ്ങളുടെ പോക്കറ്റിൽ, ബൈബിളിൽ ഇങ്ങനെ വാക്യമുണ്ട്, പാപം നിന്റെ വാതുക്കൽ. കേട്ടിട്ടുണ്ടോ? ഏത് പുസ്തകത്തിലാ വാക്യം? ഏത് പുസ്തകത്തിലാ? ബൈബിളിൽ തന്നെയാണോ? പുതിയ നിയമമാണോ പഴയ നിയമമാണോ? എവിടാ പുതിയ നിയമം? ഏതാ? പഴയ നിയമം എന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? പുതിയ നിയമം എന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? രണ്ടിലും അല്ലേ? ഏതായാലും ഒന്ന് പറ. പഴയ നിയമത്തിലാന്ന് പറയുന്ന എത്ര പേരുണ്ട്? പുതിയ നിയമത്തിലാന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഓക്കെ, പഴയ നിയമമാണോ പുതിയ നിയമമാണോ? വാക്യം കേട്ടോ, പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. ഇതേത് വാക്യമാ? എവിടെയാ? പുതിയ നിയമത്തിലാണോ പഴയ നിയമത്തിലാണോ? ഓക്കെ, പഴയ നിയമം എന്ന് പറഞ്ഞതാണ് ശരി. ഇനി പഴയ നിയമത്തിൽ ഏത് പുസ്തകമാ? സദൃശവാക്യം, ഉൽപ്പത്തിയില്. മക്കളെ ഇന്നു മുതൽ ബൈബിൾ വായിക്കണേ, വേറൊന്നും ചെയ്തില്ലെങ്കിലും ബൈബിൾ പൂർണ്ണമായിട്ട് വായിച്ചാൽ പുതിയ നിയമമെങ്കിലും തുടങ്ങുക. ഓക്കെ, എൻ്റെ സമയം ഇങ്ങനെ പക്ഷേ 11 മണിക്കല്ലേ നിർത്തണ്ടേ ഇപ്പം? ജോബിൻ പാസേ 11 അല്ലേ? ഓക്കെ, അങ്ങ് അടുത്തൊരു സെഷനുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ബാക്കി അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം. വായിക്കണം, സ്നേഹത്തോടെ പറയാം. എൻ്റെ അന്യത്തിമാരെ കണ്ടുകൊണ്ട് പറയാം, നിങ്ങൾ നാണക്കേട് ചിന്തിക്കല്ല്, ഒരു തീരുമാനത്തിലെത്തണം, വചനം വായിക്കണം. ഈ വാക്യത്തെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം: പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു പറയുന്ന പോലെ പാപം നിന്റെ പോക്കറ്റിൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകും. ഇത് അപകടത്തിലേക്ക് പോകാൻ ഒരിക്കലും ഇടയായിത്തീരരുത്. ഓക്കെ, ഞാൻ പറഞ്ഞത് ആ ഒരു ഭാവം ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് പേപ്പർ എടുത്ത് ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഴുതി തന്നേ പറ്റത്തുള്ളൂ. അതിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല, നിങ്ങൾക്ക് സംശയമില്ല. ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അഡിക്ഷൻസ് ഉണ്ട്, സെക്ഷൽ ഇഷ്യൂസ് ഉണ്ട്, പിയർ പ്രഷേഴ്സ് ഉണ്ട്, എല്ലാം നമുക്ക് എടുക്കാൻ ഇതില്ല. എങ്കിൽ ഇത് ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾക്കകത്ത് പക്ഷേ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരു ചോദ്യമുണ്ട്, എനിക്കത് മനസ്സിലായില്ല, അതല്ല ഇതിൻ്റെ അകത്ത് എനിക്കൊരു വ്യക്തിപരമായിട്ട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ആ പേരൊന്ന് എഴുതി തരിക, നിങ്ങളെ പേഴ്സണലായിട്ട് വിളിക്കാം. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എഴുതാനുള്ള സമയം വേഗത്തിൽ, എന്തെങ്കിലും റിലേറ്റ് ചെയ്യുന്ന ടീനേജ് ഇഷ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. പേരെഴുതണ്ട, ഒന്നും എഴുതണ്ട, ഒരു പേപ്പർ കീറുക, എഴുതുക, ഇങ്ങോട്ട് തരുക, അത്രയേ ഉള്ളൂ. എഴുതിയോ? ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്ത് എഴുതാം, ഒരു കുഴപ്പമില്ല. ഒരാളുടെ അഭിപ്രായം എഴുതാം, രണ്ടുപേരുടെ ഈ ചോദ്യം ചോദിച്ചാൽ നല്ലതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്കിടെ നമുക്ക് ഇങ്ങനെ ചോദിക്കണോ, ഒരു കുഴപ്പമില്ല. ഇൻഡിവിജ്വലായിട്ട് എഴുതാം, ഗ്രൂപ്പായിട്ട് എഴുതാം. ഓക്കെ, 1 മിനിറ്റൂടെ സമയം, നിങ്ങൾ എഴുതിയിട്ട് തരുക. അങ്ങനെങ്കിലും ചിരിച്ചല്ലോ. ഓക്കെ, നിങ്ങൾ അത് എഴുതിക്കൊണ്ടിരുന്നോ? എഴുതിക്കുന്നവർ തരണതിന് മുമ്പ് 2 വാക്യം മാത്രം, എക്സ്പ്ലനേഷൻ ഇല്ലാതെ ഞാൻ പറയാം. ഒരു വാക്യം ഇതാണ്, 1 തീമോഥെയോസ് 4:12. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാമോ? 1 തീമോഥെയോസ് 4:12. ആ,
തിമത്തിയോസിനോട് പൗലോസ് പറയുന്നതാണ്, നിന്റെ യൗവനം ആരും തകർത്ത് കളയരുത്. തകർത്ത് കളയാൻ സാധ്യതയുണ്ട്. നടപ്പിലും എന്തിലൊക്കെയാ? വാക്കിലും, സ്നേഹത്തിലും, വിശ്വാസത്തിലും മാതൃകയായിരിക്കുക, മോഡലായിത്തീരുക. ഒരു വാക്യം കൂടെ, പ്രോവർബ്സ് 5:9. നിന്റെ യൗവനശക്തി അന്യന്മാർക്കും നിന്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത്. ക്രൂരൻ എന്നുള്ള വാക്കിനെ എക്സ്പ്ലെയിൻ ചെയ്താൽ, ഞാൻ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ കൊടുത്താൽ ജീവിതം, കാലങ്ങൾ, അവസരങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തി ആർക്കും വേണ്ടാത്ത ഒരു ചവറ് പോലെ പുറത്തു പോയിട്ട് നിരാശപ്പെടേണ്ടി വരും. നമ്മളെ പ്രഷ്യസായിട്ട് ദൈവം തീർത്തിരിക്കുക. ആ കർത്താവിന് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ സർവശക്തനിടയായി തീരട്ടെ. ഒന്ന് കളക്ട് ചെയ്തേ എല്ലാവരും. ഒരാൾ പോയിട്ട് ഒന്ന് പോയി കളക്ട് ചെയ്തേ ക്വസ്റ്റ്യൻസ്. ഈ സൈഡിൽ നിന്ന് മേടിച്ചു പേപ്പേഴ്സ് പാസ് ചെയ്ത് കൊടുക്കും. ഞാൻ മാത്രമേ വായിക്കുകയുള്ളൂ, ധൈര്യമായിട്ട് എഴുതാം. ഞാൻ ജോയിൻ പാസ് പോലും കൊടുക്കത്തില്ല, ഞാൻ മാത്രമേ വായിക്കുകയുള്ളൂ. നിങ്ങൾക്ക് പേരെഴുതണ്ട, ആൻസർ പറയേണ്ടതാണ് പറയാം, പേഴ്സണൽ സംസാരിക്കേണ്ടതാണ് പേഴ്സണൽ സംസാരിക്കാം. മടക്കിങ് വന്നോ? വേഗം ഡൗട്ട് ഇല്ലാത്തവരൊന്നും നമുക്ക് വ്യക്തിപരമായിട്ട് സംസാരിക്കണേ, കാരണം എനിക്ക് നിന്നിൽ നിന്നൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട്. പ്രാർത്ഥിക്കാം. അത് നിങ്ങളെ കൊടുക്കുക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീത നല്ല സമയത്തിനായ സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവായിരിക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ കുഞ്ഞുങ്ങളെ തൃക്കാരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവരുടെ പ്രശ്നങ്ങളോ ആഗ്രഹങ്ങളോ പ്രാർത്ഥനകളോ അടിയാൻ അറിയുന്നില്ല എങ്കിലും ഈ മീറ്റിങ്ങിൽ കർത്താവ് ഈ ക്ലാസ്സിലൂടെ ദൈവം വ്യക്തമായി സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.